കാലങ്ങൾക്കപ്പുറം ഒരു പ്രസ്ഥാനം നെയ്തുണ്ടാക്കിയ കഥകൾ, ആ കഥകൾ പൊലിപ്പിച്ചുകൊണ്ട് അതിനെ വല്ലാതെ ഒരു പൊലിമ ചാർത്തിക്കൊണ്ട് ഇന്ത്യയിൽ അവരുടെ ഭരണത്തിന്റെ കീഴിലായി, അവരുടെ ആ കാലിന്റെ ചുവട്ടിലായി ഈ രാജ്യത്തെ കെട്ടിയിടാനുള്ള കുൽസിത ശ്രമങ്ങൾ ഈ ലോകത്ത് നടക്കുമ്പോൾ ഞാൻ ഇന്നും ഓർത്തു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന, ഇസ്ലാമിന്റെ ആശയങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സംസാരം ക്യാമ്പസിൽ ഉണ്ടാവുകയുണ്ടായി. ഞാൻ പഠിക്കുന്ന പുന്നപ്ര എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു വിദ്യാർത്ഥി എന്റെ അടുത്ത് കടന്നു വന്നിട്ട് പറഞ്ഞു, അതെ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഈസ് ഈക്വൽ ടു ടെററിസം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ തീവ്രവാദമാണ്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ വർഗീയവാദമാണ് എന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു. ഞാൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ ഈ രൂപത്തിൽ കാണാനുള്ള കാഴ്ചപ്പാട് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജിഹാദ് എന്ന് പറഞ്ഞ ഒരു വാക്ക്, ജിഹാദി പ്രവർത്തനം നിങ്ങളുടെ സമുദായത്തിൽ കൂടുതലാണ്, നിങ്ങൾ തീവ്രവാദത്തിന്റെ ആശയക്കാരാണ് എന്ന് പറഞ്ഞയിടത്ത് ആ പ്രവർത്തകനോട് നട്ടെല്ല് വിരിച്ചു നിന്നുകൊണ്ട് എന്താണ് മോനെ കൃത്യമായ ജിഹാദ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ സാധുവായ എന്നെ പ്രാപ്തമാക്കിയ പ്രസ്ഥാനം കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷനാണ്. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, എന്താണ് മോനെ ജിഹാദ്, നിനക്കറിയുമോ? The uncompromised strike to the body, the uncompromised strike to the immoral activity, that means jihad. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്യാമ്പസിലേക്ക് കടന്നു പോകുമ്പോ അരുതായ്മകളുടെ മേച്ചിൽപ്പുറങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ആ അരുതായ്മകളോട് മാനുഷാദ പ്രതിഷ്ഠാന്ത പദമസ്വാശ്വതി നമഃ, അരുതു കാട്ടാള എന്ന് അവിടെ ഉച്ചത്തിൽ പറയാനുള്ള ധാർമ്മികതയാണ് ഈ പ്രസ്ഥാനം സമൂഹത്തിന്റെ മുമ്പിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യാമ്പസിലേക്ക് ചെന്നാൽ നിങ്ങൾക്കറിയാം, ഒരുപാട് കലാലയ രാഷ്ട്രീയം, ഒരുപാട് അധാർമികതയിലൂടെ കടന്നു പോകുമ്പോൾ 4 ഡെസ്കുള്ളിടത്ത് 5ാമതൊരു ഡെസ്കിന് വേണ്ടി 4 ഡെസ്കിന്റെ കാലുകൾ തല്ലിയൊടിച്ച വിദ്യാർത്ഥി രാഷ്ട്രീയം ക്യാമ്പസുകൾ കൈയടക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ധാർമ്മികതയുടെ പക്ഷപാതിയായി നിന്നുകൊണ്ട് കൊണ്ടുപോകില്ല ചോരന്മാർ, കൊടുക്കും തോറുമേറിടും, മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം എന്ന വ്യവസ്ഥാപിതമായ ഇസ്ലാമിന്റെ നന്മയുടെ ആശയം ക്യാമ്പസിലേക്ക് ഉറക്കെ പറയാൻ ഒരുപാട് പ്രവർത്തകരെ പ്രാപ്തമാക്കിയ പ്രസ്ഥാനമാണ് കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. ഒരു സമൂഹത്തിനെ അധാർമികതയുടെ മേച്ചിൽപ്പുറങ്ങളിലേക്ക് ഒരു സംഘമാളുകൾ കൊണ്ടുപോകുമ്പോൾ, അവരുടെ മസ്തിഷ്കങ്ങളെ ഷണ്ഡീകരിക്കപ്പെടുമ്പോൾ, അവരുടെ ഇടയിൽ ധർമ്മത്തിന്റെ പക്ഷത്തു നിൽക്കാനും നർമ്മത്തിനു വേണ്ടി പോരടിക്കാനും ഈ പ്രസ്ഥാനം എന്നും പറഞ്ഞുകൊണ്ടിരുന്നു. ആ ക്യാമ്പിൽ പ്രിയപ്പെട്ടവരെ, താടിയുടെ മഹത്വം ഉസ്താദ് പറഞ്ഞു, ആരെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെടുന്ന സമയത്ത് താടിയില്ലാതെ മരണപ്പെട്ടു പോയാൽ ആ മനുഷ്യനെ ശക്തമായ വേദനയോടുകൂടി ആ റൂഹിനെ പിടിക്കപ്പെടുമെന്ന് ആ ക്ലാസ്സിൽ ഉസ്താദ് പറഞ്ഞത് ഇന്നും എന്റെ ഹൃദയത്തിൽ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്ന് ഉസ്താദ് പറഞ്ഞു തന്നു, മക്കളെ, നിങ്ങൾ ഇസ്ലാമിനെ നിങ്ങളുടെ ശരീരത്തിൽ പ്രദർശിപ്പിക്കണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചെറുവിരലിൽ അണിഞ്ഞ ഒരു മോതിരമുണ്ട് മോനെ. നാമൊക്കെ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറയുമ്പോ ഇസ്ലാമിന്റെ അന്തസത്തയെ വാരിപ്പുണരേണ്ടത് നമ്മളാണ്. അവിടെ ആ ക്ലാസ്സിൽ നിന്ന് ഉസ്താദ് പറയുകയാണ്, മോനെ, നമുക്ക് ചെറിയ രൂപത്തിൽ ചെയ്യാൻ പറ്റിയ, ഇസ്ലാമിന് ഐക്യദാർഢ്യം ചെയ്യാൻ പറ്റിയ ഒരു സിമ്പലാണ് ഈ ചെറുവിരലിൽ ഒരു മോതിരം ധരിക്കുക എന്നത്. അള്ളാഹുവിന്റെ റസൂല് മോതിരം ധരിച്ച ശൈലി ആ ക്ലാസ്സിൽ പറഞ്ഞു തരികയാണ്. ആ ഉസ്താദ് ഞങ്ങളോട് പറയുന്നു, ത്തുകൾ തമസ്കരിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ആ ഒരു സുന്നത്തിനെ എന്റെ മുത്തുനബിക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അവന് 100 രക്തസാക്ഷിയുടെ കൂലിയുണ്ട്. അവൻ ഒരു അമുസ്ലിമിനെ ആക്രമിക്കാൻ പോകണ്ട, അവനൊരു തീവ്രവാദ പ്രവർത്തനത്തിന് പോകണ്ട. നിങ്ങൾക്കറിയാം, ഇസ്ലാമിനെ വ്യവസ്ഥാപിതമായി തെറ്റിദ്ധരിപ്പിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത് നിങ്ങൾ പത്രമാധ്യമം വായിച്ചില്ലേ, IS എന്ന് പറഞ്ഞ തീവ്രവാദി സംഘടന. ആ IS പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്നത് ഇസ്ലാമിനെയാണ്. ആ പ്രസ്ഥാനം, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നൊരു വാർത്ത, അതാ ഉമ്മ പറഞ്ഞു, മോനെ, നീ ഈ പ്രസ്ഥാനത്തിൽ പോകാൻ പാടില്ല, ഈ പ്രസ്ഥാനത്തിൽ നീ പങ്കുചേരാൻ പാടില്ല, നീ ഇതിൽ കണ്ണിയാകാൻ പാടില്ല. അതെ, അതങ്ങ് പറഞ്ഞു തീരേണ്ട താമസം ഉമ്മയുടെ മുടിക്കുത്തിലേക്ക് അവൻ പിടിക്കുകയാണ്. വലിച്ചിഴച്ച്, അതേ, 10 മാസം നൊന്തുപെറ്റ ആ ഉമ്മയെ അവൻ IS-ന്റെ കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ തന്റെ ഉമ്മ
ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ എന്നോട് പറഞ്ഞ കാര്യം തന്റെ തലവനോട് പറയുകയാണ്. ആ സമയത്ത് തോക്കെടുത്ത് തന്റെ കയ്യിലേക്ക്, ആ മകന്റെ കയ്യിലേക്ക് തലവൻ കൊടുക്കുന്ന രംഗം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസങ്ങൾ പത്രമാധ്യമങ്ങൾ വന്ന വാർത്തയാണ്. ആ സമയത്ത് അതേ ശിക്ഷ നടപ്പാക്കാൻ നേതാവ് പറയുമ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് ഉമ്മയെ വെടിവെച്ച് കൊല്ലുന്ന രംഗം ഇവരും അടയാളപ്പെടുത്തുന്നത് ഞങ്ങൾ ഇസ്ലാമാണ് എന്നാണ്. ഇവിടെയാണ് SSF-ന് പറയാനുള്ളത്, അത് ഇസ്ലാമല്ല, തീവ്രവാദം ഇസ്ലാമല്ല, വർഗീയവാദം ഇസ്ലാമല്ല, ഉഗ്രവാദം ഇസ്ലാമല്ല. ഇസ്ലാമിന് വ്യവസ്ഥാപിതമായ സമാധാന സന്ദേശങ്ങൾ ലോകത്ത് കൈമാറി കടന്നു വന്ന പ്രസ്ഥാനമാണ്. യുദ്ധവേളയിലേക്ക് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ പറഞ്ഞു വിടുമ്പോൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശങ്ങൾ ചരിത്രത്തിന്റെ എല്ലാ കാലത്തും തങ്കലി മദീനയിലേക്ക് കടന്നു വന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിലേക്ക് പോകുന്ന സഹാബത്തിനെ വിളിച്ചിട്ട് പറയുന്നു, ഓ സഹാബ, നിങ്ങൾ പോകുന്ന വഴി യാത്രയിൽ നിങ്ങളതാ പ്രായം ചെന്ന വൃദ്ധന്മാരെ കാണും, അതാ പ്രായം ചെന്ന ഉമ്മമാരെ, വാപ്പമാരെ നിങ്ങൾ കാണും. അതേത് മതത്തിൽപ്പെട്ടവനാകട്ടെ, ഏത് സമുദായത്തിൽപ്പെട്ടവനാകട്ടെ, ഏത് ആശയത്തിൽപ്പെട്ടവനാകട്ടെ, പ്രായം ചെന്നവരെ നിങ്ങൾക്ക് കാണാം. യുദ്ധമുഖത്തേക്ക് ഇറങ്ങുമ്പോ നിങ്ങൾക്ക് കുഞ്ഞുമക്കളെ കാണാം. യുദ്ധമുഖത്തേക്ക് ഇറങ്ങുമ്പോ നിങ്ങൾക്ക് അതാ സ്ത്രീകളെ കാണാം. അവരെ നിങ്ങൾ ആക്രമിക്കാൻ പാടില്ലെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അവര് ചപലകളാണ്, അവര് അബലകളാണ്. അതേപോലെ തന്നെ മറ്റൊരു മതവിശ്വാസിയെ അവന്റെ ആരാധനാലയത്തിൽ കയറി ആക്രമിക്കാൻ പാടില്ലെന്ന് ലോകത്തോട് പഠിപ്പിച്ചു തന്ന പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി ആശയമാണ് കേരള ഫെഡറേഷൻ ഈ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തന്നോട് അക്രമം കാണിച്ചവനോട് പുറത്തു കൊടുക്കാനുള്ള ഒരു മനസ്സ്, തന്നോട് അക്രമം കാണിച്ചവനോട്, തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇകഴ്ത്തിയവനോട് അതെ നിങ്ങൾക്ക് ഞങ്ങൾ പുറത്തു തന്നിരിക്കുന്നു എന്ന മാന്യതയുടെ ലക്ഷണം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അടയാളപ്പെടുത്തുക എന്ന വലിയ ഒരു ധർമ്മം ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് കാണാം, ചരിത്രത്തിന്റെ ഏടുകളിൽ കാണാം, ആ പ്രവാചക പുങ്കവർ സഹാബത്തിനോട് പറയുന്നു, നിങ്ങൾ പോകുന്ന യാത്രയിൽ ഒരു മരത്തിന്റെ ചില്ല, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഏറ്റവും വലിയ പ്രകൃതി സ്നേഹിയാര, പലപ്പോഴും നമ്മുടെ നാവിന്റെ ഉള്ളിൽ ഉടക്കുന്നത് മറ്റു പല പേരുകളാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് വ്യക്തമായ ഇടപെടലിലൂടെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തലമുറയ്ക്ക് മാതൃകയാകുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്. അവരോട് പറയുന്നു, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതെ നിങ്ങൾ ആ ചാഞ്ഞു നിൽക്കുന്ന ഒരു മരച്ചില്ല നിങ്ങളുടെ യാത്രയിലുണ്ടെങ്കിൽ, ആ മരച്ചില്ല നിങ്ങൾക്ക് വെട്ടാതെ നിങ്ങളുടെ യാത്ര തുടരാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ആ മരച്ചില്ലയെ വെട്ടാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമായ പ്രകൃതി സ്നേഹത്തിന്റെ സന്ദേശം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് കൈമാറുമ്പോൾ ഇത് ഏറ്റെടുക്കാൻ ഒരു തലമുറ ഇവിടെ കടന്നു വരേണ്ടതുണ്ട്. ധാർമ്മികതയുടെ പക്ഷപാതത്ത് നിൽക്കുന്ന ഒരു തലമുറ ഇവിടെ കടന്നു വരേണ്ടതുണ്ട്. അവരെ വ്യവസ്ഥാപിതമായി കർമ്മബോധയിലേക്ക് ഇറക്കുക എന്ന ഒരു വലിയ ലക്ഷ്യമാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ പ്രവർത്തകർ സാധുവായ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, അവർ
പറയുന്നു, രാത്രിയുടെ യാമങ്ങളിൽ കണ്ണുനീരിൽ കണ്ണുനീർ ചാലിച്ചുകൊണ്ട് അവരുടെ റോൾ മോഡലായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കൺകുളിർക്കെ കാണാൻ വേണ്ടി അവരാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിന്റെ ഫലമായി എത്രയോ പ്രസ്ഥാനത്തിലെ പ്രവർത്തകർ പറയുന്നു, രാത്രിയുടെ യാമങ്ങളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കിനാവ് കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു സാംസ്കാരിക ലോകത്തെ, ഇങ്ങനെയുള്ള ധാർമ്മിക ലോകത്തെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം ഈ പ്രസ്ഥാനത്തിനുണ്ട്. ഈ അടുത്ത് ബഹുമാനപ്പെട്ട ഷൗക്കത്ത് ബുഖാരി ഉസ്താദ് അന്ന് ഉസ്താദ് പറഞ്ഞു, ഞാന് ജോലി നോക്കുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ആ ജമ്മു ആൻഡ് കാശ്മീർ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരാകാൻ, ഈ പ്രസ്ഥാനത്തിന്റെ ചുക്കാൻ പിടിക്കാൻ നിങ്ങളുടെ മക്കളെയൊക്കെ നിങ്ങൾ പറഞ്ഞു വിട്ടാൽ അതിൽ കിട്ടുന്ന ഒരു നേട്ടം മാത്രം പറഞ്ഞ് ഞാൻ പര്യവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, സാധുവായ എന്റെ ഉമ്മയുടെ ഉമ്മ ഈ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയി. ഒരു കുഗ്രാമത്തിൽ വലിയ പ്രവർത്തക സഞ്ചയമില്ലാത്തൊരു മേഖലയിൽ ആ ഉമ്മയുടെ ഉമ്മ മരണപ്പെട്ടു എന്ന ഒരു മെസ്സേജ് അങ്ങ് കൊടുത്തപ്പോൾ എന്റെ കുടുംബത്തിലുണ്ടായ അനുഭവം, ആ രാത്രിയിൽ അവിടെ വന്ന SSFന്റെ പ്രവർത്തകർക്ക് കയ്യും കണക്കുമില്ല. എന്റെ കുടുംബത്തിൽ ISROയിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്, അതേപോലെ തന്നെ നിഖില മേഖലകൾ, പ്രൊഫഷണൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അവര് കൈപിടിച്ചിട്ട് പറഞ്ഞത്, ആ ഉമ്മയ്ക്ക് ഇതുപോലെ ഒരു പ്രാർത്ഥനാ സദസ്സൊരുക്കാൻ ഈ പ്രസ്ഥാനത്തിനല്ലാതെ മറ്റൊരു പ്രസ്ഥാനത്തിനും കഴിയുകയില്ല. ഒരൊറ്റ കാര്യം, ഖാലിദ് മാഷിനെ നമുക്ക് മറക്കാൻ കഴിയില്ല. ചൊക്ലി എന്ന് പറഞ്ഞ പ്രദേശത്ത് ഖാലിദ് മാഷിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ സാധുവായ ഞാനൊരിക്കൽ പോവുകയുണ്ടായി. ആ സമയത്ത് ഈ പ്രസ്ഥാനത്തിന് എന്നും കരിവാരിത്തേക്കാൻ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആ പ്രസ്ഥാനത്തിന്റെ ഫ്ലക്സ് ഇങ്ങനെ അതിന്റെ സൈഡിൽ ഇങ്ങനെ ഒട്ടിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ആ ചെറുപ്പക്കാരനോട് ചെന്ന് ചോദിച്ചു, ഖാലിദ് മാഷിന്റെ മക്ബറ ഏതാ, ഖബർ ഏതാണ്, ഖബർസ്ഥാൻ ഏതാണ്? കെട്ടിപ്പൊക്കിയ ഖബറല്ല, ഒരു സാധാരണ പ്രവർത്തകൻ. ആ പ്രവർത്തകൻ, പ്രിയപ്പെട്ടവരെ, ഈ ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് 20 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഒരു ആലിമല്ലാത്ത, ഒരു സയ്യിദല്ലാത്ത, ഒരു വലിയല്ലാത്ത ഒരു സാധാരണ ചെറുപ്പക്കാരന്റെ ഖബർസ്ഥാന് കാണിച്ചു തരികയാണ്. ആ ചെറുപ്പക്കാരൻ 20 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ചെറുപ്പക്കാരനാണ്. ആ ഖബർ കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഇതാണ് ഖാലിദ് മാഷിന്റെ മക്ബറ. അന്ന് ഞാൻ ചോദിച്ചു, മോനെ, 20 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഈ ഖബർസ്ഥാനിലെ ഏതൊക്കെ ഖബറുകൾ നിനക്കറിയാം? എനിക്കറിയില്ല. പക്ഷെ എങ്ങനെ നിനക്ക് ഈ ഖബർ വ്യക്തമായി മനസ്സിലായി? അന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അതെ, എല്ലാ ദിവസവും ഓരോരുത്തർ ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ഈ മനുഷ്യനെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ പ്രസ്ഥാനത്തിന് പ്രവർത്തിച്ച ഒരു വ്യക്തി, ആ വ്യക്തി 20 വർഷം കഴിയുമ്പോഴും അണതെറ്റാതെ അവിടെ എന്നും സിയാറത്ത് നടക്കുന്നത്, പ്രാർത്ഥനകൾ നടക്കുന്നത് ഈ പ്രസ്ഥാനത്തിന് പ്രവർത്തിച്ചാൽ കിട്ടുന്ന നേട്ടമാണ്. ബഹുമാനപ്പെട്ടവരെ, അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പ്രസ്ഥാനത്തിന് പ്രവർത്തനം നടത്തി മരണപ്പെട്ടു പോയവർ, അവർക്കൊക്കെയും ഇന്ന് പ്രാർത്ഥനാ സദസ്സുകൾ ഇന്നും സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അബ്ദുള്ള കാരാത്തോടിനെ നമുക്ക് മറക്കാൻ കഴിയില്ല.
SSFന്റെ സംസ്ഥാന ഉണർത്തുജാഥ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടുപോയ ആ ചെറുപ്പക്കാരന് മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ അബ്ദുള്ള കാരാത്തോടിനു വേണ്ടി അല്പം ദിക്റൊന്നു ചൊല്ലാമെന്ന് പറഞ്ഞപ്പോ കോടിക്കണക്കിന് ദിക്ർ ഈ പ്രസ്ഥാനത്തിന് ചെയ്യാൻ പറ്റിയെങ്കിൽ അത് ഈ പ്രസ്ഥാനത്തിന് പ്രവർത്തിച്ചാലുള്ള ഗുണമാണ് എന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞ് യദുല്ലാഹി അലൽ ജമാഅ, നിങ്ങൾ സംഘടിച്ചു നിൽക്കണം നന്മയ്ക്ക് വേണ്ടി എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ആശയത്തെ മുറുകെ പിടിച്ച് മാതാവോ പാർവതി ദേവി, പിതൃദേവോ മഹേശ്വര, മാനവ ബാന്ധവ സർവോ സ്വദേശം ഭുവനത്രയെ, ഒരൊറ്റ മാതാവിൽ നിന്നാണ് നാം കടന്നു വന്നത്, ഒരൊറ്റ പിതാവിൽ നിന്നാണ് നാം കടന്നു വന്നത്. മാലയിലെ മുത്തുമണികൾ കോർത്തു കിടക്കുന്നത് പോലെ ഈ രാജ്യത്തിന്റെ സമാധാനത്തിനും സഹിഷ്ണുതയ്ക്കും വേണ്ടി അടരാടുന്നവരായി നാം ഒക്കെയും നിലനിൽക്കണമെന്ന് മാത്രം സാന്ദർഭികമായി നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യൂണിറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന ആദ്യ പ്രഭാഷണം പ്രമേയ പ്രഭാഷണമാണ് നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചത്. രണ്ടാമത്തെ പ്രഭാഷണം നടക്കാനിരിക്കുകയാണ്. നമ്മുടെ അസംബ്ലി മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന രണ്ടു പ്രധാന സ്ഥാനാർത്ഥികൾ, UDF സ്ഥാനാർത്ഥി C. മമ്മൂട്ടി സാഹിബും LDF സ്ഥാനാർത്ഥി ഗഫൂർ P. ലില്ലീസും നമ്മുടെ ഈ സമ്മേളനത്തെ അഭിവാദ്യം അർപ്പിക്കാൻ എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രഭാഷണം നടക്കുന്നു. ഇസ്ലാം ആദർശം എന്ന വിഷയത്തിൽ ബഹുമാന്യരായ ഷറഫുദ്ദീൻ സഖാഫി അവറുകൾ സമാദരണങ്ങളോടെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. صدق الله العلي العظيم. قال النبي صلى الله عليه وسلم: من تمسك بسنتي عند فساد أمتي فله أجر 100 شهيد. صدق رسول الله صلى الله عليه وسلم. الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي. أنت أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي. ഏറ്റവും ആദരണീയനായ സംഘടനാ രംഗത്ത് ഞങ്ങളുടെയൊക്കെ മാർഗദർശികളിൽ പ്രധാനിയുമായ റഹീം സാർ അവർകൾ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സംഘടനാ നേതാക്കൾ,
സ്നേഹധന്യരായ ജനങ്ങൾ, രക്ഷിതാക്കളെ, ഉമ്മമാർ, അല്ലാഹു സുബ്ഹാനഹു തആല നാം ഒരുമിച്ച് കൂടിയത് അവൻ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. SSF 6000-ൽ പരം യൂണിറ്റുകളിൽ സമ്മേളനം നടത്തി വരികയാണ്. എല്ലാവരും SSF-നെ കുറിച്ച് അറിഞ്ഞു. അതിന്റെ പ്രമേയത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് എല്ലാവരും മനസ്സിലാക്കി. അതിന്റെ പ്രവർത്തന പാരമ്പര്യത്തെക്കുറിച്ച് കേട്ടറിഞ്ഞവർ അടുത്തറിയാൻ ശ്രമിക്കുകയും അടുത്തറിഞ്ഞവർ അത് പുൽകാൻ സന്നദ്ധരായി വരികയും ചെയ്യുന്ന വർത്തമാന സാഹചര്യത്തിൽ ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്ന പ്രമേയത്തിന് വളരെയധികം പ്രസക്തിയുണ്ട് എന്നുള്ളത് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്ന വസ്തുതയാണ്. യുവാക്കളെ കൊണ്ട്, വിദ്യാർത്ഥികളെ കൊണ്ട് നാളെയുടെ നാടിനെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ഒട്ടനവധി കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് പൊതുസമൂഹത്തിനും നാടിനും ഉപകരിക്കുന്ന ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്ന ലക്ഷ്യമാണ് SSF-നുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. ഒരു രാജ്യത്തിന്റെ, ഒരു നാടിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് യുവാക്കളാണ് എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാം. നാം വസിക്കുന്ന നമ്മുടെ ഭാരതം, ഇന്ത്യ രാജ്യത്ത് മറ്റേതു രാജ്യത്തെക്കാളും വളരെയധികം പ്രസക്തിയുള്ള ഒരു കാര്യമുണ്ട്. ലോക രാഷ്ട്രങ്ങൾ എല്ലാം വളരെ അസൂയയോടുകൂടി നോക്കി നിൽക്കുന്ന ഒരു സംഗതി നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ട്. ഇന്ത്യ രാജ്യത്ത് വിലമതിക്കാനാകാത്ത ഒരു ശക്തിയുണ്ട്. അതാണ് യുവാക്കൾ എന്ന് പറയുന്നത്. അവരെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താനാണ് നമ്മുടെ നേതൃത്വം പല പദ്ധതികളുമായി സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്. ഞാൻ ദീർഘമായി അതിനെക്കുറിച്ച് ഇവിടെ ചർവണം നടത്തുന്നില്ല. പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം ദീൻ അത് എക്കാലത്തും പ്രസക്തമായ ഒരു പ്രമേയമാണ്. ഏതൊരു കാലഘട്ടത്തിനും ഉതകുന്ന രൂപത്തിൽ അതിന്റെ എല്ലാ പ്രമേയങ്ങളും തയ്യാർ ചെയ്തിട്ടുള്ളത്. ഏതൊരു കാലഘട്ടത്തിനും സ്വീകരിക്കാൻ ഉതകുന്ന രൂപത്തിലാണ് അതിന്റെ ആശയങ്ങൾ സംവിധാനിച്ചിട്ടുള്ളത്. ലോകത്ത് മറ്റൊരു പ്രത്യയ ശാസ്ത്രങ്ങൾക്കും ഇത്തരത്തിൽ അവകാശപ്പെടാൻ സാധ്യമല്ല എന്നാണ് നമ്മുടെയൊക്കെ അറിവ് അനുസരിച്ച് മനസ്സിലാക്കുന്നത്. മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖസീദത്തുൽ ബുർദയിലൂടെ നമ്മോട് സൂചിപ്പിച്ച ചില വാചകങ്ങളുണ്ട്. ദാമത്തിൽ ലദൈനാ ഫഫാഖത് കുല്ല മുഅ്ജിസത്തി, എല്ലാ കാര്യങ്ങളും ഖുർആൻ എന്ന് പറയുന്ന ആ മഹത്തായ ആ മുഅ്ജിസത്ത് ഇവിടെ നിലനിൽക്കും. ആ ഖുർആൻ വരും കാലക്കാർക്കും കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ളതും എല്ലാം ഉതകുന്നതാണ് എന്ന് മഹാനായ ബൂസൂരി ഇമാം അവിടുത്തെ ഖസീദത്തുൽ ബുർദയിലൂടെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം മതം ഏവരാലും പ്രശംസനീയവും ഏവരാലും ആഗ്രഹിക്കുന്ന ഒരു മതമാണ്. കാരണം ഇലാഹിയായ മതമാണ് ഇസ്ലാം ദീനി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രസക്തി. നാം ഏവരും ചിന്തിച്ചു നോക്കുക, അള്ളാഹു ഈ ലോകത്ത് മനുഷ്യരായി നമ്മെ അള്ളാഹു ഈ ദുനിയാവിലേക്ക് പടച്ചുവിട്ടു. ഈ ലോകത്തേക്ക് നമ്മെ മനുഷ്യരായി നമ്മെ ഇങ്ങോട്ട് പടച്ചുവിട്ടു. എന്നിട്ട് ഒരു ഉന്തും തള്ളി നമ്മെ വിട്ടതല്ല, മറിച്ച് നമുക്ക് ആവശ്യമായ വായു, അതുപോലെ തന്നെ ശ്വസിക്കാനുള്ളതും നമുക്ക് ഭക്ഷിക്കാനുള്ളതും നമ്മുടെ എല്ലാ കാര്യങ്ങളും
അള്ളാഹു വ്യക്തമായി നിർണയിച്ച് വെച്ചിട്ടുണ്ട്. നാം എത്രമാത്രം ശ്വസിക്കണം, എത്ര വയസ്സുവരെ ജീവിക്കണം, നാം എപ്പോഴെല്ലാം ഉറങ്ങണം, എപ്പോഴെല്ലാം വെള്ളം കുടിക്കണം എന്നുവരെ നിർണയിച്ചതാണ് നമ്മുടെ ജീവിതം. ഓരോ മനുഷ്യന്റെയും ജീവിതം അതാണ്. ഈ പ്രപഞ്ചത്തിലെ മറ്റു ജന്തുജാലങ്ങൾ, അതുപോലെ തന്നെ ചേതനവും അചേതനവുമായ എല്ലാ വസ്തുക്കളുടെ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ചിരിക്കുന്നു. ഈ അല്ലാഹു സുബ്ഹാനഹു തആല ലോകത്തുള്ള മനുഷ്യന്മാരെയും മറ്റുള്ള വസ്തുക്കളെയൊക്കെ സംവിധാനിച്ചു. അങ്ങനെ അവരെ ഈ ഭൂമി ലോകത്തേക്ക് അയക്കുകയും മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഹവ്വാ ബീവി ഉമ്മായുടെയും സന്താന പരമ്പരയിൽ കൂടി ഖിയാമത്ത് നാൾ വരെ കോടിക്കണക്കിന് ജനങ്ങളാണ് ഈ ദുനിയാവിലേക്ക് വരുന്നത്. അവർക്ക് വേണ്ട വാസയോഗ്യമായ സ്ഥലങ്ങളും അവർക്ക് വേണ്ട വായുവും അവർക്ക് വേണ്ട ജലവും എല്ലാം അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പരിശുദ്ധമാക്കപ്പെട്ട മതത്തിന്റെ, ഈ ഇലാഹിന്റെ, അള്ളാഹുവിന്റെ പ്രസക്തി എത്രമാത്രം വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ലോകത്തിലേക്ക് നമുക്ക് ചിന്തിച്ചാൽ ആ അള്ളാഹുവിനെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈ ലോകത്തുള്ള ഓരോ വസ്തുവിനെ കുറിച്ച് ചിന്തിച്ചാലും അതിലൂടെ നമുക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയും. അതാണ് പറഞ്ഞത്, ലാ തൻളുറൂ ഫീ ദാത്തില്ലാ, നിങ്ങൾ അള്ളാഹുവിന്റെ ദാത്തിലേക്ക് നോക്കരുത്, മറിച്ചോ നിങ്ങൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് നോക്കുക. നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ ജീവിച്ചിരിക്കുന്ന കാരണവന്മാർക്കെല്ലാം അറിയുന്ന ഒരു ഔലിയയാണ് മഹാനായ ബീരാൻ ഔലിയ പാപ്പ. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. അവിടുത്തെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഐശ്വര്യം നൽകുമാറാകട്ടെ. ബീരാൻ ഔലിയ പാപ്പ എപ്പോഴും ചൊല്ലുന്ന ചില വാചകങ്ങൾ ഉണ്ട്. ചക്ക പടച്ച പടച്ചവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മാങ്ങ പടച്ച പടച്ചവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാന്റെ ഔലിയാക്കൾ അള്ളാഹുവിനെ കണ്ടെത്തുന്ന മാർഗങ്ങളാണ് നാം അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒരു ചക്ക പടച്ചു, ആ ചക്ക പടച്ചു. നമുക്കൊക്കെ ചക്ക കിട്ടിയാൽ കുരു മുഴുവനും വിഴുങ്ങി തിന്നു കളയും. എന്നാ മഹാന്മാർ അങ്ങനെയല്ല. ആ ചക്ക പടച്ച അള്ളാഹു അതിന് വലിയൊരു പ്രൊട്ടക്ഷൻ നൽകിയിട്ട് അതിന്റെ ഒരു ആവരണം, അതിന്റെ ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന ആ ചുളകൾ അള്ളാഹുവിനെ കൂടുതൽ അറിയുന്നതിന് വേണ്ടി അവരുടെ കാര്യങ്ങൾ ചിന്തിക്കുക. ഓരോ സന്ദർഭത്തിലും അവർ അള്ളാഹുവിനെ അടുത്തറിഞ്ഞത് ആ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ ചിന്തിച്ചതിന് വേണ്ടിയാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല ഈ ലോകത്തേക്ക് മനുഷ്യന്മാരെ എല്ലാം സംവിധാനിച്ചുകൊണ്ട് അവൻ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിലെയും ഇങ്ങോട്ട് സംവിധാനിച്ചു. ദീനുൽ ഇസ്ലാമിനെ സംവിധാനിച്ചു. അള്ളാഹുവിന്റെ ആശയങ്ങൾ ഈ സമൂഹത്തിന് കൈമാറാൻ അള്ളാഹു പല മാധ്യമങ്ങളും സൃഷ്ടിച്ചു. അതിനാണ് അംബിയ മുർസലുകളെ അള്ളാഹു ഇങ്ങോട്ട് നിയോഗിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും അറിയാം, ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്ന പ്രമേയം SSF ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ നമുക്കെല്ലാവർക്കും കടന്നു വരേണ്ട അന്നത്തെ കാലത്ത് ന്യൂ ജനറേഷൻ തിരുത്തെഴുതിയ ഒരു നേതാവുണ്ട് നമുക്ക്, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് ആശയപരമായ തിരുത്തെഴുത്താണ് ഫറോവ രാജാവിനോട്, അധികാര ധ്വംസനത്തിനെതിരെയുള്ള തിരുത്തെഴുത്താണ് ഫറോവ രാജാവിനോട് ചെയ്തത്. സാമ്പത്തിക അധിനിവേശത്തിനെതിരെയുള്ള ഒരു തിരുത്തെഴുത്താണ് ഖാറൂനിനോട് മൂസാ നബി സ്വീകരിച്ചത്. ഇങ്ങനെ അംബിയ മുർസലുകൾ ഈ ഭൂമി ലോകത്ത് വന്നിട്ട് അവർ തനിക്ക് നേരിടുന്നതായ ഉമ്മത്തിന് വേണ്ടി, തന്റെ മുന്നോട്ട് വെച്ചിരിക്കുന്നതായ, തന്റെ മുന്നിൽ വന്നിട്ടുള്ള ഉമ്മത്തിന് വേണ്ടി അള്ളാഹുവിന്റെ മതത്തെ അവർ പ്രചരിപ്പിച്ചു. ഈ പ്രചരിപ്പിക്കുന്നതിനിടയിൽ അവർക്ക് പല അക്രമങ്ങളും പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നു. എന്നാലും അവർ വിശ്വസിക്കുന്ന മാർഗത്തിൽ നിന്ന് ഒരടി അവർ പിന്നോട്ട് പോയിട്ടില്ല. അവരെല്ലാവരും പ്രചരിപ്പിച്ചത് ഇവിടെ ഒന്നേ ഒന്ന് മാത്രമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏക ഇലാഹ് അല്ലാഹു മാത്രമാണ്, ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് അവര് പ്രചരിപ്പിച്ചത്.
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രചരിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് അവിടുന്ന് പ്രചരിപ്പിച്ചത്. അങ്ങനെ തുടങ്ങി അമ്പിയാക്കൾ മുഴുവനും അമ്പിയാവരും ഈ ഭൂമി ലോകത്ത് പ്രചരിപ്പിച്ചത് ഏക ഇലാഹിയായ വാദമാണ്. ആ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഭൂമി ലോകത്തേക്ക് മനുഷ്യർക്ക് നിയോഗിച്ചു കൊടുത്ത അള്ളാഹുവിന്റെ അമ്പിയാ മുർസലുകളിലൂടെ ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം മതം അത് വളർന്നു പന്തലിച്ചു. മക്കത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അതാ ശിഷ്യഗണങ്ങളുമായി മക്കത്തൊരുമിച്ച് കൂടുന്നു. രഹസ്യമായ പ്രബോധനത്തിൽ 40-ാം വയസ്സ് വരെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട്ടുകാർക്കിടയിൽ അൽ അമീനായി ജീവിച്ചു. തുല്യതയില്ലാത്ത വിശ്വസ്തനായിക്കൊണ്ട് ആ മക്കത്തിൽ മുക്കറമയിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിക്കുകയും 40-ാം വയസ്സിൽ നുബുവത്ത് കിട്ടിയപ്പോൾ ആ നുബുവത്ത് കിട്ടിയതിന് ശേഷം ഇസ്ലാമിന്റെ പ്രബോധനം നടത്താൻ അള്ളാഹുവിന്റെ ഹബീബിന് ഓർഡർ വന്നപ്പോ അവിടുന്ന് പ്രബോധനം നടത്തുകയും പ്രചാരണം നടത്തുകയും ചെയ്തു. അവിടുന്ന് അതാ രഹസ്യമായി പ്രബോധനം നടത്തുന്നു. വിരലിലെണ്ണാവുന്ന സ്വഹാബത്തെ കിറാമും കൂട്ടത്തിലുണ്ട്. അവരെല്ലാവരും പ്രബോധനം നടത്തി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മദീന ഷരീഫിലും പോയി. അവിടെ അതാ പ്രബോധനത്തിന്റെ നിഖില മേഖലകളും അവിടുന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ അവിടുന്ന് ഇസ്ലാം ദീനിനെ പ്രചരിപ്പിക്കുന്നു. ലോകത്തുള്ള സർവ്വ ഭാഗങ്ങളിലേക്കും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുചരരെ പറഞ്ഞയക്കുകയാണ്. എന്തിനാണ് അവര് പറഞ്ഞയക്കുന്നത്? ജോലിക്കല്ല, അവർക്ക് കേവലം ബിസിനസ് ചെയ്യാൻ വേണ്ടിയല്ല, മറിച്ച് അള്ളാഹുവിന്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കാൻ വേണ്ടി, ദീനുൽ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന്റെ നാനാദിക്കിലേക്കും അനുചരന്മാരെ പറഞ്ഞയക്കുന്നു. അവിടുന്ന് അവർ നല്ല സ്വഭാവത്തോടു കൂടി ദീനുൽ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുകയാണ്. എന്താണ്? മുത്തുനബിയിൽ നിന്ന് കണ്ട ആ ദീനുൽ ഇസ്ലാമിനെ അവർ എല്ലാ സ്ഥലത്തും പ്രചരിപ്പിക്കുന്നു. സത്യസന്ധത അവരുടെ മുഖമുദ്രയാണ്. വിശ്വാസം അവരുടെ ജീവിത ശൈലിയാണ്. അങ്ങനെ തുടങ്ങുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കണ്ട എല്ലാ സ്വഭാവങ്ങളും അവർ ചെന്നു പ്രബോധനം നടത്തുന്ന ആ പ്രബോധിത മേഖലയിൽ അവർ പ്രാവർത്തികമാക്കുന്നു. അവർ പോയ സ്ഥലങ്ങളിലെല്ലാം ജനങ്ങൾ നൂറുമേനി അവരെ കൈയോടുകൂടി സ്വീകരിക്കുന്നു. അങ്ങനെ ആ കൂട്ടത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് പറഞ്ഞയച്ചു മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവും സംഘവും. അവർ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമുമായി നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നു. നമ്മുടെ കേരളക്കരയുടെ കൊടുങ്ങല്ലൂരിൽ അന്നവര് കടന്നു വന്ന സന്ദർഭത്തിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ അതിന്റെ മുമ്പ് തന്നെ ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടില്ല, അക്കോമഡേഷൻ തയ്യാർ ചെയ്തിട്ടില്ല, മറ്റുള്ള സംഗതികളൊന്നുമില്ല. പായക്കപ്പലിൽ അവർ കയറി സഞ്ചരിച്ചുകൊണ്ട് നമ്മുടെ കേരള തീരത്ത് അടിയുകയാണ് ചെയ്തത്. അങ്ങനെ അവർ ഇറങ്ങി ഈ ഇന്ത്യ രാജ്യത്തിന്റെ പ്രബോധന ദൗത്യം അവർ ഏറ്റെടുക്കുകയാണ്. അവർ ഇന്ത്യ രാജ്യത്ത് വന്നു. അവരെ സ്വീകരിച്ചത് ഈ നാട്ടിലെ അന്യമതസ്ഥരാണ്. ഈ നാട്ടിലെ അന്യമതസ്ഥർ അവർക്ക് ആ കപ്പലിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പോ അവർക്ക് പാനീയം കൊടുത്തത് നമ്മുടെ ഇളനീരായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇത് കൊടുത്തപ്പോ കിട്ടിയ പാട് അവർ കഴിക്കുകയല്ല ചെയ്തത്, മറിച്ച് അവരിവിടെ പറഞ്ഞത് ഈ ഇളനീർ ഇത് ആരിൽ നിന്നാണ്, ഇതിന്റെ ഉടമസ്ഥന് ഇതിന് സമ്മതമുണ്ടോ, ഇതിന്റെ ഉടമസ്ഥൻ ആരാണ് എന്നെല്ലാം അന്വേഷിച്ച് കുടിച്ചപ്പോൾ അത് കേട്ടുനിന്ന സമൂഹത്തിന് അത്ഭുതം. ഇവർ ഏതൊരു പ്രത്യയശാസ്ത്രത്തിന്റെ ആളുകളാണ്, ഇവർ ഏതൊരു സിദ്ധാന്തത്തിന്റെ ആളുകളാണ്, നല്ല ഒരു മനുഷ്യർ തന്നെ. അങ്ങനെ അവരിലേക്ക് ആളുകൾ അടുത്തു കൊണ്ടിരുന്നു. അങ്ങനെ ഇസ്ലാം ദീനിനെ ഇവിടെ പ്രചരിപ്പിക്കുന്നു. മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവും സംഘവും വന്ന് കേരളത്തിലും ഇന്ത്യയിലും ഒന്നാകെ പ്രബോധനം നടത്തുന്നു. ഇന്ത്യ രാജ്യത്തെ പ്രബോധനത്തിന് അവര് നാമ്പ് കുറിക്കുകയാണ്. അങ്ങനെ അതാ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം ദീനിന്റെ ആദർശം അവരതാ മുറുകെ പിടിച്ചുകൊണ്ട് ഇവിടെ പ്രബോധനം നടത്തുന്നു.
അവർ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ നിന്ന് കണ്ടുപഠിച്ച രൂപത്തിൽ അവർ ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുന്നു. അവരുടെ ദിനചര്യകൾ അതിനു വേണ്ടി അവർ പാകപ്പെടുത്തുന്നു. അവർ സ്വലാത്തുകൾ അവർ ചെല്ലുകയാണ്. അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും കണ്ട രൂപത്തിൽ ഇവിടെ പള്ളി നിർമ്മിക്കുകയാണ്. അവർ വന്ന് പള്ളികൾ നിർമ്മിച്ചു. ആ പള്ളിയിൽ പ്രത്യേക കമ്പാർട്ട്മെന്റ് ലേഡീസിന് ഉണ്ടായിരുന്നില്ല. അവർ ഇവിടെ ഈ പള്ളി നിർമ്മിച്ചിട്ട് അവിടെ അവർ ഖുനൂത്തുള്ള സുബഹി നിസ്കാരമാണ് അവർ നടത്തിയത്. 20 റക്അത്ത് തറാവീഹുള്ള നിസ്കാരമാണ് അവർ നടത്തിയത്. വെള്ളിയാഴ്ച അറബിയിൽ ഖുത്ബ ഓതുന്ന ഒരു ജുമുഅയാണ് അവർ നടത്തിയത്. ഇതവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കണ്ടു. അങ്ങനെ കേരളത്തിലും ഇന്ത്യയിലും പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം ദീനിനെ അവർ തിരുനബിയിൽ നിന്ന് കണ്ട രൂപത്തിൽ ഇവിടെ പ്രബോധനം നടത്തുകയും അതിന് വലിയ സ്വീകാര്യത ലഭിച്ചു നടക്കുകയും കൊണ്ടിരുന്നു. അങ്ങനെ അവരുടെ കാലശേഷം അവരുടെ പിൻഗാമികളും അവരുടെ താബിഈങ്ങളും എല്ലാം ഈ കേരളക്കരയിൽ വളരെ സന്തോഷപൂർവം അവിടുന്ന് ഇസ്ലാം ദീനിനെ പ്രചരിപ്പിച്ചു. നമ്മുടെ കേരളത്തിനും നമ്മുടെ ഇന്ത്യക്കും ഒരു സാഹോദര്യ പാരമ്പര്യമുണ്ട്. നമ്മുടെ അയൽപ്പക്കത്തുള്ളവൻ ഹൈന്ദവനാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും നാം കൈ കൊടുത്തുകൊണ്ട് അവരുടെ വേദന അറിയുന്ന ഒരു പാരമ്പര്യം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം നിദാനം അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. ആ തങ്ങളുടെ സ്നേഹമാണ്, ആ തങ്ങളോടുള്ള സ്നേഹമാണ് ഈ മുസ്ലിം സമുദായം ലോകത്ത് വർത്തിച്ചു പോരുന്നത്. മുൻകഴിഞ്ഞ പ്രഭാഷകരിൽ നിന്ന് നാം ഒരുപാട് കേട്ടതാണ് മുത്തുനബിയോടുള്ള ആ അവിടുത്തെ തിരുചര്യയെ പിൻപറ്റുന്നതിനെ കുറിച്ച്. അങ്ങനെ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യ പിൻപറ്റി അവർ ഈ കേരളക്കരയിൽ ജീവിക്കുന്നു. അവർക്കാർക്കും തന്നെ എതിരഭിപ്രായങ്ങളില്ല. അവർ വെച്ച് പുലർത്തുന്ന ആശയങ്ങളിൽ ആരും തന്നെ എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരന്മാരാണ്. ആ അനുചരന്മാരിൽ നിന്ന് കേട്ടറിഞ്ഞവരാണ്, അല്ലെങ്കിൽ കണ്ടുപഠിച്ചവരാണ്, അല്ലെങ്കിൽ ചരിത്രത്തിൽ വായിച്ചു പഠിച്ചവരാണ്. ഇങ്ങനെ കേരളക്കരയിൽ വളരെയധികം പണ്ഡിതന്മാരും ഉലമാക്കളും സാധാ ജനങ്ങളും അവർക്ക് വേണ്ടി അവരോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്ത്യ രാജ്യം വളരെയധികം സന്തോഷത്തോടുകൂടെയും സൗഹാർദ്ദത്തോടുകൂടെയും പോരുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ബദരീങ്ങളെ വിളിച്ച് ബദർ മൗലീദും അതുപോലെ തന്നെ മറ്റു മൗലൂദുകളും നാം ഓതുന്നു. അതുപോലെ തന്നെ നാം പള്ളികളിലും മറ്റുള്ള സ്ഥലങ്ങളിലുമെല്ലാം നാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടു നിൽക്കാൻ നമ്മുടെ ഈ ഇസ്ലാമിന്റെ എതിരാളികളായ പടിഞ്ഞാറൻ ശക്തികൾക്ക് സഹിച്ചിരുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരു സമൂഹം, ആ സമൂഹത്തെ ഇവിടെ സ്വീകരിക്കാൻ പടിഞ്ഞാറിന് സാധ്യമായിരുന്നില്ല. പ്രിയമുള്ളവരെ, നാം എല്ലാവരും മനസ്സിലാക്കേണ്ട വസ്തുതയുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിനെ ഇവിടെ കൊണ്ടുവന്നു. അതിനെ പ്രചരിപ്പിക്കുമ്പോ ഇവിടെ ആർക്കും എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നില്ല. 921 വരെ നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്ത് വളരെ ഐക്യത്തോടുകൂടെയും സ്നേഹത്തോടുകൂടെയും വർത്തിച്ചിരുന്ന നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന ഈ കൊച്ചു രാജ്യത്തിൽ വളരെ സ്നേഹത്തോടെ വർത്തിച്ചിരുന്നു. ആരാണ് ഇവിടെയൊക്കെ മതിലുകൾ തീർത്തത്? ആരാണ് ഇവിടെയൊക്കെ കർട്ടനുകൾ ഇട്ടത്? നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഹൈന്ദവരും ക്രിസ്ത്യാനികളും മറ്റു മതക്കാരും മതമില്ലാത്തവനും എല്ലാവരും ജീവിക്കുമ്പോൾ ഒരൊറ്റ ആശയമായിരുന്നു, ഒരേ ചോരയാണ് എല്ലാവരിലും ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിനെല്ലാം വിഘാതം സൃഷ്ടിച്ചത് ആരാണിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ നീട്ടിപ്പരത്തി അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്നേഹിക്കുന്ന രൂപത്തിൽ ലോകത്ത് ഒരു നേതാവിനെയും ഒരാളും സ്നേഹിച്ചിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച രൂപത്തിൽ ലോകത്ത് ഒരു നേതാവിനെയും അനുധാവനം ചെയ്യുകയോ സ്നേഹിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഏതെങ്കിലും വിപ്ലവങ്ങളിൽ രൂപപ്പെട്ടു വന്ന ഏതെങ്കിലും ലീഡറുമാർ ചരിത്രം വരുമ്പോൾ അതല്ലെങ്കിൽ അതിന്റെ ചരമവാർഷികം വരുമ്പോൾ മാത്രം ഓർമ്മപ്പെടുത്തുകയും ജന്മദിനം ആഘോഷം വരുമ്പോൾ മാത്രം ഓർമ്മിക്കുകയും ചെയ്യുന്ന ചില നേതാക്കളാണ് നമ്മുടെ വിപ്ലവങ്ങളിലും നമ്മുടെ പാഠപുസ്തകങ്ങളിലും മറ്റുള്ള
പല ഗ്രന്ഥങ്ങളിലും ഉള്ളത് എങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകാവസാനം വരെ അവിടുന്ന് പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ലോകാവസാനം വരെ അവിടുത്തെ നാമം വാഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതാണ് അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞത്, വറഫഅനാ ലക ദിക്റക്. നബിയെ, തങ്ങളുടെ അപദാനങ്ങൾ നമ്മൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. തങ്ങളുടെ അപദാനങ്ങൾ നമ്മൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. തങ്ങളെ ആർക്കും തകർക്കാൻ കഴിയില്ല. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രചരിപ്പിച്ച് പോന്ന ആശയങ്ങളാണ് ഈ കേരളത്തിൽ 921 വരെ നമ്മിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം എപ്പോഴാണ് വിള്ളൽ വീണത്? നമ്മുടെ കൊടുങ്ങല്ലൂരിന്റെ അടുത്ത് തന്നെ, അവിടെ തന്നെയാണ് അതിന് വിള്ളലും വീണത്. എവിടെയാണ്? ആ സ്ഥലത്ത് ഐക്യസംഘം എന്ന പേരിൽ ഐക്യത്തോട് കൂടി നടന്നിരുന്ന ഈ കൊച്ചു കേരളത്തിൽ, ഈ ഇന്ത്യ രാജ്യത്ത് ഐക്യത്തോട് കൂടി നടന്നു പോതിരുന്ന ഈ സ്ഥലത്ത് അവിടുന്ന് ഐക്യസംഘം എന്ന രൂപത്തിൽ അവിടുന്ന് രൂപപ്പെടുകയാണ്. അതിനുശേഷം കേരളത്തിലുള്ള ജനങ്ങളിൽ ചില ന്യൂനപക്ഷങ്ങൾ അവരതാ വളരെ സംശയത്തോടു കൂടി ഇസ്ലാമിന്റെ കാര്യങ്ങളെ കാണുകയാണ്. ഇസ്ലാമിന്റെ ആശയങ്ങൾ അവർ കാണുകയാണ്. അവർ പുതിയ പുതിയ ആശയങ്ങളാണ് കൊണ്ടുവരുന്നത്. എന്താണ് ഇതിനൊരു പ്രതിവിധി? അവർ തലയെടുപ്പുള്ള ആളുകളാണ്, സമൂഹത്തിൽ ഉയർന്ന ആളുകളാണ്. എന്നിട്ട് അവർ പല നവീന ആശയങ്ങളും കൊണ്ടുവരുന്നു. എന്നാൽ കേരളത്തിലെയും ഇന്ത്യ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം ദീനിന്റെ ആശയാടിസ്ഥാനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അവർ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന മാർഗത്തിൽ അവർ പ്രബോധനം നടത്തുകയും പ്രവർത്തിക്കുകയും ചെയ്തു. അവർ ഈ നാട്ടിൽ ബദരീങ്ങളെ വിളിച്ച് തവസ്സുലാക്കി ദുആ ചെയ്തു. അതുപോലെ തന്നെ അവർ ഈ നാട്ടിൽ മൗലൂദുകൾ ഓതി, കുത്തുബിയ്യത്തുകൾ അവർ സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ ഈ നാട്ടിൽ നേർച്ചകൾ കഴിച്ചു. അവരതാ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിനെയൊക്കെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിച്ചു. എന്നാൽ 921 ശേഷം ഏതാനും ചില ശക്തികൾ വന്നുകൊണ്ട്, ഏതാനും ചില വ്യക്തികൾ വന്നുകൊണ്ട് ഐക്യസംഘം രൂപപ്പെടുത്തുകയും കേരളത്തിൽ ഇന്ത്യ രാജ്യത്തിൽ ചിത്രയുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. നമുക്കറിയാം, ഐക്യത്തോടെ ജീവിക്കുന്ന നീങ്ങുന്ന നാട്ടിൽ ഐക്യസംഘം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയൊരു പ്രസ്ഥാനം രൂപപ്പെടുമ്പോ, പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാം. നമ്മുടെ നാട്ടിൽ എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. അള്ളാഹു അത് നിലനിർത്തി തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഈ സന്ദർഭത്തിൽ ഞാൻ വന്നുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പോയാൽ പറ്റില്ല, നിങ്ങൾ എല്ലാവരും കൂടി ഐക്യപ്പെട്ടുകൊണ്ട് പോകണം എന്ന് പറഞ്ഞ് നിങ്ങളിലേക്ക് ഒരു ആശയം ഇട്ടു തന്നാൽ ജനങ്ങളെല്ലാവരും നമ്മെ പുച്ഛിച്ചു തള്ളും. ജനങ്ങളെല്ലാവരും എന്നെ രണ്ടാമതൊരു കണ്ണോടുകൂടി കാണും, അല്ലേ? കാരണം ജനങ്ങൾ നമ്മയാണ് വീക്ഷിക്കുന്നത്. പറയുന്ന മനുഷ്യനെ ജനങ്ങൾ നോക്കും, പറയുന്ന ആളെക്കുറിച്ച് മനുഷ്യൻ വിലയിരുത്തും. ഇപ്പോ കാലഘട്ടം വളരെയധികമാണ്. നൂതന സംരംഭങ്ങളുമായി നൂതന വിവര സാങ്കേതിക രംഗത്ത് വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലാണ്. ഈ കാലഘട്ടത്തിൽ പൊതുസമൂഹത്തിന് ഉതകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് SSF ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അങ്ങനെ ഈ കേരളത്തിൽ ഐക്യസംഘം എന്ന് പറയുന്ന രൂപം, ഐക്യസംഘം എന്ന് പറയുന്ന സംഘം ഉടലെടുക്കുകയും അന്നത്തെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ പണ്ഡിതന്മാർ അവർ ഈ നവീന ആശയങ്ങൾക്കെതിരിൽ അവർക്കൊരു സഭയുണ്ടാക്കണം, ഇവർക്കെതിരിൽ ഇവരുടെ ആശയങ്ങളെ ജനമധ്യത്തിൽ തുറന്നു കാണിക്കണം, ഇല്ലെങ്കിൽ ലോകത്തുള്ള ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിമീങ്ങളുടെ വിശ്വാസമാണ് ശൈഥില്യത്തിലേക്ക് നയിക്കുന്നത് എന്ന് അവർ കാലെ കൂട്ടി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ കേരളത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിക സംഘടനകൾ രൂപം കൊണ്ടത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 926 രൂപം കൊണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്, അത് കേവലം ഒരു സംഘടനയായിക്കൊണ്ടല്ല, അത് വഹാബികൾക്ക് പ്രതിരോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് അവരെന്ന് രൂപം കൊണ്ടത്.
പ്രിയമുള്ളവരെ, അന്നവർ രൂപം കൊണ്ടു വഹാബി ആശയങ്ങൾക്ക് പ്രതിരോധം സൃഷ്ടിക്കാൻ. ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളും ഒരു മുത്തുമാലയിൽ കോർത്ത മണികളെ പോലെയാണെന്ന് അവർ വിശ്വസിച്ചു. മുസ്ലിമീങ്ങൾ അവരെല്ലാവരും നല്ല രൂപത്തിൽ ജീവിച്ച് ഈമാനോട് കൂടി മരിക്കണമെന്ന് അവർക്ക് ബുദ്ധിയുള്ളത് കൊണ്ടാണ് അന്നവർ ഇത്തരത്തിൽ ഒന്ന് സംഘടിപ്പിച്ചത്. ആ കാലഘട്ടത്തിൽ അവർക്ക് ആർക്കും തന്നെ വലിയ സംവിധാനങ്ങളില്ല, വലിയ യാത്രാ സൗകര്യങ്ങളില്ല, മീറ്റിങ്ങൾ കൂടാൻ വലിയ സംവിധാനങ്ങളില്ല. അന്നും ആ കാലഘട്ടത്തിൽ വളരെയധികം ഉഷാറായിക്കൊണ്ട് തന്നെയാണ് ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ നാട്ടിൽ ഇസ്ലാം ദീനിനെ പ്രചരിപ്പിച്ചത്. അങ്ങനെ അതാ ആ പണ്ഡിതർ വരേണ്യർ ഇവിടെ ഇസ്ലാം ദീനിനെ പ്രചരിപ്പിക്കുന്നു. അവർ ഓരോന്നോരോന്നായി ഇഴകീറി ചർച്ച ചെയ്യുന്നു. പുതിയ പുതിയ ആശയങ്ങൾ ഈ നൂതന ആശയക്കാർ സമൂഹത്തിലേക്ക് ഇടുമ്പോ അതിനിടയിൽ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അന്ന് ആ പണ്ഡിത സഭ രൂപം കൊള്ളുകയും ഒരുപാട് ആശയങ്ങൾ അവർക്കെതിരിൽ കിതാബിൽ നിന്ന് ഉദ്ധരണികളും അതുപോലെ തന്നെ വിശ്വാസവും അവർക്കെതിരിൽ വരികയാണ്. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും അറിയാം, ഈ വഹാബി സംഘവും ഐക്യസംഘം എന്ന രൂപത്തിൽ ഈ കേരളക്കരയിൽ ഉടലെടുക്കുകയും പിന്നെ വഹാബികളായി മാറുകയും ചെയ്ത ഈ നമ്മുടെ പുത്തനാശയക്കാർ, പ്രിയമുള്ളവരെ, അവർ വെറുതെയല്ല ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി അതിന്റെ നേതാവിനെതിരെയാണ് എല്ലാവരും വെല്ലുവിളികൾ ഉയർത്തുക. അതിന്റെ നേതാവിനെയാണ് ആദ്യം അവർ നശിപ്പിക്കുക. അതുകൊണ്ടാണ് ഈ വഹാബി പ്രസ്ഥാനങ്ങളെല്ലാം വന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെയാണ്. ഈ വഹാബി പ്രസ്ഥാനങ്ങളെല്ലാം രൂപം കൊണ്ടുവന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെയാണ്. മുജാഹിദായാലും ജമാഅത്തെ ഇസ്ലാമിയായാലും തബ്ലീഗ് ജമാഅത്തായാലും ഏതൊരു പുത്തൻ ആശയക്കാരായാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെയാണ് രംഗത്ത് വന്നത്. അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമൂഹത്തിനിടയിൽ ഇകഴ്ത്തിക്കാട്ടി കേവലം സാധാരണ ഒരു മനുഷ്യനാണ്, ഒരു അറബി പയ്യനാണ്, തീർന്നിട്ടില്ല, ഒരു മയമാക്കയാണ് എന്ന് വരെ തെരുവ് നീളെ പ്രസംഗിച്ചു പോയി. ഇവരാണ് ലോകത്തുള്ള മുസ്ലിമീങ്ങളുടെ ആദ്യത്തെ ശത്രു. പ്രിയമുള്ളവരെ, ഇവരാണ് മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. അവരിങ്ങനെ പ്രസംഗിച്ചു പോയി. അവർ അവരുടെ വാറോലകളിൽ എഴുതിവിട്ടു കേവലം സാധാരണ മനുഷ്യരാണെന്ന് എഴുതിവിട്ടു. എന്നിട്ടല്ലേ നമ്മുടെ ഇതര മതത്തിലുള്ള പല മുത്തശ്ശിപത്രങ്ങളും എഴുതിയതിനെ നാം വലിയധികം പ്രതിഷേധം നടത്തണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ജീവന്റെ തുടിപ്പാണ്, നമ്മുടെ കരളിന്റെ കഷ്ണമാണ്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടാണ് പാടിയത്, അൻത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ. നബിയെ, ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും എല്ലാം അങ്ങാണ്, ഞങ്ങൾക്കുള്ള എല്ലാ വസ്തുക്കളും അങ്ങയുടേതാണ്, ഞങ്ങൾക്ക് എല്ലാം ദണ്ഡമാണ് നബിയെ, മാതാപിതാക്കളും അങ്ങേക്ക് ദണ്ഡമാണ് നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസന്നിധിയിൽ വന്നുകൊണ്ട് പ്രവാചകനോടുള്ള അടങ്ങാത്ത സ്നേഹം കാണിച്ച സ്വഹാബി പ്രമുഖർ നമ്മുടെ മുന്നിൽ കഴിഞ്ഞുപോയി. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ ലോകത്തോട് പഠിപ്പിച്ചു. എന്നാൽ ഈ സംഘം വന്നുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് ഇകഴ്ത്തിക്കാട്ടി, അവിടുന്ന് പുച്ഛിച്ചു തള്ളി. അവരുടെ വാറോലകളിലെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇകഴ്ത്തിക്കാട്ടി. ഇത് എന്തിന്റെ ഫലമായിരുന്നു? അവര് പാശ്ചാത്യൻ അജണ്ടകൾ ഈ ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കുന്നതിന്റെ മഹത്തായൊരു ഗൂഢനീക്കമായിരുന്നു എന്നുള്ളത് നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ പണ്ഡിത വരേണ്യർ, നമ്മുടെ നേതാക്കൾ ഈ സമൂഹത്തിന് തുറന്നു കാണിച്ചു കൊടുത്തു. നമുക്കറിയാം, ഇപ്പോൾ വളരെയധികം വേനൽ ചൂടിലാണുള്ളത്. വെള്ളത്തിന് വേണ്ടി കിട്ടാക്കനിയായി നാം നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും നെട്ടോട്ടമോടുകയാണ്. വെള്ളത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്നു. എല്ലാ ആളുകളും ഓടുകയാണ് വെള്ളത്തിന് വേണ്ടി. മറ്റുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി പലരും ഓടുന്നു. അതുപോലെ തന്നെ പലരും പലതിനും വേണ്ടി ഓടുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, വെള്ളത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന ഈ കാലഘട്ടം നാം എല്ലാവരും ചിന്തിച്ചു നോക്കുക. അള്ളാഹുവിന്റെ അപാരമായ റഹ്മത്ത് നിമിഷങ്ങൾ വൈകിപ്പിച്ചാൽ നമുക്കുണ്ടാകുന്ന വേദനയൊന്ന് നാം ആലോചിച്ചു നോക്കുക. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ വരൾച്ച അനുഭവപ്പെട്ടു. ആ സന്ദർഭത്തിൽ
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ വരൾച്ച അനുഭവപ്പെട്ടപ്പോൾ സ്വഹാബത്തെ കിറാമെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഓടി വന്നുകൊണ്ട് തങ്ങളുടെ ചാരത്ത് വരികയാണ്. ആ ചാരത്ത് വന്നുകൊണ്ട് വലൈസ ലനാ ഇല്ലാ ഇലൈകാ ഫിറാറുനാ, നബിയെ ഞങ്ങൾ തങ്ങളിലേക്കല്ലാതെ ആരിലേക്കാണ് ഓടിയെടുക്കുക? തങ്ങളാണ് ഞങ്ങളുടെ മൽജ, തങ്ങളാണ് ഞങ്ങളുടെ അഭയകേന്ദ്രം. അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ വേണം നബിയേ. ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് ശിർക്കും തൗഹീദും വേർതിരിച്ച് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്താണ് സ്വഹാബത്തെ കിറാം ഒന്നടങ്കം ആ മുത്തുനബിയുടെ ചാരത്തേക്ക് ഓടിപ്പോയി കൊണ്ട് പറയുന്നു, തങ്ങളെ ഞങ്ങൾക്ക് മഴയില്ല, ഞങ്ങൾക്കതാ മഴയില്ല തങ്ങളെ എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം അവിടെയാകെ മഴ വർഷിക്കുകയാണ്. ആ മഴ വർഷിച്ചു, മഴ ശക്തിയായി വന്നു. അവസാനം മഴ വളരെയധികം ശക്തിയായി വന്നു. അവിടെ നിന്ന് ആ ജനങ്ങൾ മൂന്നാമത്തെ ദിവസവും ഓടി വരികയാണ്. തങ്ങളെന്താ ഞങ്ങൾക്ക് മഴ വർഷിച്ചു, അൽഹംദുലില്ലാഹ്. ഇപ്പോൾ ഇതാ ഞങ്ങൾ മഴ കൊണ്ട് കഷ്ടപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾക്ക് വെള്ളമുണ്ട്, അതേ വെള്ളം നിറഞ്ഞൊഴുകുകയാണ്. അതുകൊണ്ട് തങ്ങളെ ഇപ്പഞ്ഞി ഞങ്ങൾക്ക് വേണ്ട, ആവശ്യത്തിന് ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുന്ന് അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹുവേ അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുവേ ഞങ്ങളുടെ ചുറ്റുഭാഗത്ത് നീ മഴ പെയ്യിപ്പിക്കണേ, ഞങ്ങൾക്ക് ഇപ്പോൾ താൽക്കാലികമായി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ മഴ അവിടുന്ന് ശമിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മഴ വർഷിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ അടുത്തേക്ക് തങ്ങളുടെ ജീവിതകാലത്താണ് ആളുകൾ ഓടി വന്നത്. സ്വഹാബത്തെ കിറാം ഓടി വന്നത്. ആരാണ് സ്വഹാബത്തെ കിറാം? സ്വഹാബാക്കൾ നക്ഷത്ര തുല്യരാണ്. എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്. അവരെ നിങ്ങൾ മുറുകെ പിടിച്ചോ, അവരോട് നിങ്ങൾ പിൻപറ്റിക്കോ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബത്തെ കിറാമാണ് ശിർക്കും തൗഹീദും വേർതിരിച്ച് പറയാൻ വേണ്ടി ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നുകൊണ്ട് പറയുന്നു, തങ്ങളെ ഞങ്ങൾക്ക് മഴ വേണം. ഈ സന്ദർഭത്തിൽ മുത്തുനബി പറഞ്ഞില്ല, ഹേയ് സ്വഹാബത്തെ, നിങ്ങളിത് പറയരുത്, ഇത് ശിർക്കാണ്, ഇത് ലോകത്തോട് പറയരുത് എന്ന് മുത്തുനബി അന്ന് സ്വഹാബത്തിനോട് പറഞ്ഞില്ല. മറിച്ച് അവര് പറഞ്ഞത്, ഞങ്ങളിതാ ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബത്തിന് വേണ്ടി മഴ വർഷിപ്പിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ ശേഷവും ഇതേ രൂപത്തിൽ വരൾച്ച വന്നപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് മുത്തുനബിയുടെ എളാപ്പയായ അബ്ബാസ് തങ്ങളെ നിർത്തിക്കൊണ്ട് അവിടുന്ന് സഹായം ചോദിക്കുകയാണ്. തങ്ങളുള്ളപ്പോ ഞങ്ങൾ തങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചിരുന്നു, പക്ഷേ ഞങ്ങളിപ്പോൾ ഇതാ അങ്ങയുടെ എളാപ്പയെ ഇടനിലയാക്കി അങ്ങയുടെ എളാപ്പയെ മുൻനിർത്തിക്കൊണ്ട് തങ്ങളോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറു ശരീഫിനടുത്ത് വന്നുകൊണ്ട് മഴ ചോദിച്ചു. അവിടേക്ക് മഴ വർഷിച്ചു എന്നുള്ളത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ, ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്കെല്ലാവർക്കും കാണാം. ഇതെല്ലാം പ്രാമാണികമായി ഉദ്ധരിക്കപ്പെട്ടതാണ്. ഇതാണ് ഈ കേരളക്കരയോട് പണ്ഡിതന്മാർ വിളിച്ചു പറഞ്ഞത്. ഇതിന് എതിരാണ് വഹാബികളും പുത്തനാശയക്കാരും ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അവര് പറഞ്ഞു അള്ളാഹുവിന്റെ കഴിവുകൾക്ക് പരിധിയുണ്ട് എന്ന്. അവരിവിടെ വളരെ വലിയ ശിർക്ക് പ്രചരിപ്പിച്ചു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അള്ളാഹുവിന്റെ കഴിവുകൾക്ക് പരിധിയില്ല. നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ പുത്തനാശയക്കാർ പ്രചരിപ്പിച്ചത്. എങ്ങനെയാണ്? മുത്തുനബി വന്നു, മുത്തുനബി ചോദിച്ചു, അള്ളാഹുവിനോട് ചോദിച്ചപ്പോ മഴ പെയ്തു. പിന്നെ ശേഷം വന്നവര് പറയാ, ഇല്ല മുത്തുനബി അങ്ങനെ ചോദിച്ചാലൊന്നും കിട്ടൂല
എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ വിഡ്ഢിയാക്കുന്നു. സമൂഹം അവരെ പച്ചയായി പിച്ചു ചീന്തിയ രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഓരോ ആശയവുമായി രംഗത്ത് വന്നപ്പോ നമ്മുടെ നേതാക്കൾ, ഉസ്താദന്മാർ, നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ അവരെല്ലാവരും ആശയം കൊണ്ടവരോട് ഗണ്ണിച്ചു. ആശയം കൊണ്ടവരോട് ഗണ്ണിച്ചു. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും അറിയാം, വന്യരായ ശൈഖുനായ AP ഉസ്താദ് അടങ്ങുന്ന നമ്മുടെ നേതൃത്വം അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ. ആ നേതൃത്വം വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എങ്ങനെ? വഹാബികൾക്കെതിരെ ഗർജനവുമായി നമ്മുടെ മണ്ണിൽ, കൊട്ടപ്പുറത്തിന്റെ മണ്ണിൽ അവർ വഹാബികളെ വട്ടുകുത്തിച്ചത് നമ്മുടെ കാരണവന്മാർക്കെല്ലാം, ദൃക്സാക്ഷികളായവർക്കെല്ലാം അറിയാം. പ്രിയമുള്ളവരെ, അവിടെ ചെറിയ വലിയ വാഗ്വാദങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയൊരാശയത്തിന്റെ പേരിലാണ് ശിർക്കിന്റെ നിർവചനമെന്ത് വന്യരായ ശൈഖുന ചോദിച്ചു. ഇന്നേ വരെ അതിന്റെ നിർവചനം കൊടുക്കാൻ ആ പാളയത്തിൽ നിന്ന് ആരും തന്നെ തയ്യാറായിട്ടില്ല. ഇതാണ് പണ്ടൊരു ക്ലാസ്സിൽ ഒരു മാഷൊരു കുട്ടികളോട് ചോദിച്ചു, ആരുടെ വീട്ടിലാ താറാവുള്ളത് എന്ന്. കുട്ടികളോട് ചോദിച്ചു, ആരുടെ വീട്ടിലാ താറാവുള്ളത്? കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ബാക്കിൽ നിന്നൊരു അബ്ദുൽ ഖുദ്ദൂസ് എണീറ്റ് പറഞ്ഞു, എന്റെ വീട്ടിലുണ്ട് സാർ താറാവ്. എന്നാ താറാവിന്റെ ഇംഗ്ലീഷ് എന്താ പറയാന്ന് വെച്ചു. സാറേ അത് വിറ്റിക്കണെന്നോ എന്ന രൂപത്തിൽ ഓരോ ആശയങ്ങളും ഇങ്ങനെ ജനമധ്യത്തിൽ മഹാന്മാരായ ഉസ്താദുമാർ പിച്ചു ചീന്തിയപ്പോ അവരതെല്ലാം മാറ്റിവെച്ചു എന്നല്ല, അതിനെ പൊടി തട്ടി വേറെ രൂപത്തിൽ ഞങ്ങൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് പലരും ഇപ്പോൾ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് പ്രചരിപ്പിച്ച ഈ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം നമുക്കറിയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള മഹത്തായ വചനമാണ് അവിടുന്ന് പ്രചരിപ്പിച്ചത്. നല്ല സന്തോഷ സന്ദേശമാണ് ഈ ലോകത്തിന് അവർ സമ്മാനിച്ചു കൊടുത്തത്. ഏതൊരു മനുഷ്യനും പുൽകാൻ ഉതകുന്ന ആശയങ്ങളാണ് നമ്മുടെ സുന്നത്ത് ജമാഅത്ത് ഇവിടെ സംവിധാനിച്ചു കൊണ്ടിരിക്കുന്നത്. അഖീദപരമായ, വിശ്വാസപരമായ കാര്യങ്ങളിൽ ആരും തന്നെ വ്യതിചലിക്കരുത് എന്ന നിർബന്ധ ബുദ്ധിയായിരുന്നു ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരർക്കും അവിടുത്തെ പിൻഗാമികൾക്കും തലമുറകൾക്കും ഉണ്ടായിരുന്നത്. പ്രിയമുള്ളവരെ, അവരൊന്നും കേരളത്തിൽ ശിർക്ക് പ്രചരിപ്പിച്ചിട്ടില്ല. മുത്തുനബിയിൽ നിന്ന് നേരെ കണ്ടത് അവർ ഇവിടെ കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചു. നമുക്കറിയാം, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ധീരനായ നേതാവായിരുന്നില്ലേ? ധീരനായ പടയാളിയായിരുന്നു, അമീറുൽ മുഅ്മിനീനായിരുന്നു. ഈ അമീറുൽ മുഅ്മിനീനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് അധികാര ഭരണമേറ്റപ്പോ, മദീനയുടെ ഖലീഫയായപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് അതാ പറയുകയാണ്, ഓ ജനങ്ങളെ, ഞാൻ നിങ്ങളിൽ നിന്നൊരു ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ എല്ലാ കടമകളും നിർവഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എന്നിൽ നിന്ന് വല്ല പോരായ്മകളും കണ്ടാൽ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ കൂട്ടത്തിൽ നിന്നൊരു സഹാബി പറഞ്ഞു, ഉമറേ, നിങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചതിന് വല്ലതും എതിരായി കൊണ്ടുവന്നാൽ ഈ വാളിന്റെ മുനയിൽ നിങ്ങളുടെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ സ്വഹാബത്തെ കിറാം. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും അടങ്ങുന്ന സംഘം അവര് ദീനിൽ പല സംഗതികളും നന്മകൾ കൊണ്ടുവന്നു. സ്വഹാബത്താരും എതിർത്തിരുന്നില്ല. അതിനെയാണ് പിന്നീട് വന്ന അല്പജ്ഞാനികളും അക്ഷരവിദ്യാഭ്യാസം ഇല്ലാത്തവരും അതിനെ എതിർത്ത് സംസാരിച്ചത്. ഇവിടെയാണ് നമ്മുടെ സംഘടനകളുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. ഓരോ കാലഘട്ടത്തിനും അനുസൃതമായി നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളെ സംവിധാനിക്കുക എന്നുള്ളതാണ് നമ്മുടെ സംഘടനകൾ ഇന്ന് ചെയ്തു വരുന്ന വലിയൊരു ഉത്തരവാദിത്വം. ആശയം എന്ന് പറയുന്നത് അതൊരു മനുഷ്യന്റെ ഏറ്റവും വലിയ നിർണായക ഘടകമാണ്. അതിൽ പാളിച്ചകൾ വന്നാൽ നമ്മെ അള്ളാഹു വെറുതെ വിടുകയില്ല. ഒരു മനുഷ്യന്റെ തുടക്കവും അവസാനവും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണെങ്കിൽ അവനക്ക് ചോദ്യങ്ങൾ കൂടാതെ ഈ ദുനിയാവിൽ നിന്നും കഴിച്ചിലായി പോകാം, ഈ ദുനിയാവിൽ നിന്നും രക്ഷപ്പെട്ടു പോകാമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് ഉത്ബോധിപ്പിച്ചില്ലേ? പ്രിയമുള്ളവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോ നാം ആ കുട്ടിയെ
നാം ആ കുട്ടിക്ക് ബാങ്കും ഇഖാമത്തും എടുക്കുന്നു. പരലോകവും ഇഹലോകവും നാം അവർക്ക് വ്യക്തമായി കാണിച്ചു കൊടുക്കുന്നു. തങ്ങൾ ഉസ്താദ് വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് ദീർഘമായി പ്രസംഗിക്കുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് പ്രചരിപ്പിച്ച സുന്നത്ത് ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ മുറുകെ പിടിക്കുന്നതിന് വ്യത്യസ്ത കാലങ്ങളിൽ എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ സംഘടന ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങൾ ഏതുകൊണ്ടും പ്രശംസനീയമാണ്, ആശയാവഹമാണ്. അതിൽ അടിയുറച്ച് വിശ്വാസങ്ങൾ അർപ്പിച്ചത് കൊണ്ടാണ് ഒരു കേരളത്തിൽ വലിയൊരു ജനസഞ്ചയം തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളായിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഇതുതന്നെയാണ് നമ്മുടെ നേതൃത്വം നമുക്ക് പഠിപ്പിച്ചു തന്നത്. സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക, അത് വളരെ വലിയ നൂതനമായ ശൈലിയിൽ ഇപ്പോ സാങ്കേതിക വിദ്യകളെല്ലാം വളരെയധികം വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ നെറ്റ്വർക്കിലൂടെ നമ്മുടെ ന്യൂജൻ വിദ്യാർത്ഥികൾ വളരെയധികം നല്ലത് പോസിറ്റീവായത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ ഇത്തരത്തിൽ നമ്മുടെ പ്രചരണങ്ങളും ഉണ്ടാകണം. പ്രചരണം മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിൽ കൂടി ആശയാദർശങ്ങൾ മുറുകെ പിടിച്ച് ഖുതുബിയ്യത്തും മാലയും മൗലീദും നമ്മുടെ എല്ലാ ആശയങ്ങളും നാം പ്രകടമായും നമ്മുടെ ഉള്ളിൽ ആത്മാർത്ഥമായും നാം നിർവഹിക്കണമെന്ന് ഒരു അപേക്ഷ മാത്രം നൽകിക്കൊണ്ട് വന്ദരായ തങ്ങളുസ്താദ് എത്തിയത് കൊണ്ട് ഇനി കൂടുതൽ നീട്ടുന്നത് അദബ് കേടാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാവരോടും ദുആ വസിയത്ത് ചെയ്യുന്നു. റഹ്മാനുറഹീമായ റബ്ബ് നാം പറഞ്ഞതിനെയും കേട്ടതിനെയും സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരോടും ദുആ വസിയത്ത് ചെയ്യുന്നു. വന്ദരായ തങ്ങളുസ്താദ് ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. കൂട്ടത്തിൽ സാധുവായ എന്നെയും നിങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് എല്ലാ പ്രാർത്ഥനകളിലും ദുആകളിലും ഉൾപ്പെടുത്തണമെന്ന് അറിയിച്ച് ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ സമ്മേളനത്തിന്റെ അവസാന സെഷനിലേക്ക് കടക്കുകയാണ്. വന്യരായ സയ്യിദ് ഫള് ജിഫ്രി തങ്ങൾ കുണ്ടൂർ അവറുകൾ നമ്മുടെ ഈ സമ്മേളനത്തിനെ ധന്യമാക്കിയിരിക്കുന്നു. ഈ സമ്മേളനത്തിൽ വെച്ച് ഈ കഴിഞ്ഞ SSLC പരീക്ഷയിൽ നമ്മുടെ പ്രദേശത്ത് നിന്ന് മുഴുവൻ വിഷയത്തിലും A+ വാങ്ങിയ കളത്തിൽപ്പടി വേലായുധന്റെ മകൾ ഹൃദ്യക്കുള്ള ഉപഹാരം സമർപ്പിക്കുന്നുണ്ട്. വേലായുധൻ ഇവിടെയുണ്ട്. അദ്ദേഹം അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്റ്റേജിലേക്ക് വരുന്നു. വന്യരായ തങ്ങളുപ്പാപ്പ സയ്യിദ് ഫള് ജിഫ്രി തങ്ങളവറുകൾ ഹൃദ്യക്കുള്ള ഉപഹാരം അച്ഛനായ വേലായുധനെ ഏൽപ്പിക്കുന്നു. സന്തോഷപൂർത്തോടെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നമ്മുടെ ഈ പരിപാടിക്ക് എളിയ നസീഹത്തും ദുആയും നടക്കുകയാണ്. തങ്ങളവറുകളെ സമാദരങ്ങളോടെ ഹാർദവപൂർവം ക്ഷണിക്കുന്നു. നമ്മുടെ അസംബ്ലി ഈ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്ന UDF LDF സ്ഥാനാർത്ഥികൾ
നമ്മുടെ ഈ സമ്മേളനത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ വരും എന്ന് ഏറ്റിട്ടുണ്ടായിരുന്നു. ബഹുമാന്യരായ LDF സ്ഥാനാർത്ഥി ഗഫൂർ P. ലില്ലീസ് അവറുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ആദരണീയനായ അധ്യക്ഷൻ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള SSFന്റെ നേതാക്കളെ, പണ്ഡിതന്മാരെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള SSFന്റെയും SYSന്റെയും കർമ്മോത്സുകരായിട്ടുള്ള പ്രവർത്തകരെ, എന്നും ധാർമ്മിക പോരാട്ടത്തിൽ മുൻപന്തിയിൽ നിന്നുകൊണ്ട് സമൂഹത്തിൽ നവോത്ഥാനത്തിന്റെ പുതിയ വിപ്ലവങ്ങൾക്ക് ചാലകശക്തിയായി വർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് SSF. ആധുനിക കാലഘട്ടത്തിൽ ന്യൂ ജനറേഷൻ മാറി ചിന്തിക്കുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊടിച്ചുകൊണ്ട്, എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് SSF ഇത്തരത്തിലുള്ള വലിയ സമ്മേളനത്തിന്റെ ഭാഗമായിക്കൊണ്ടുള്ള കൂട്ടായ്മകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തും മറ്റു വിദേശ രാജ്യങ്ങളിലും വളർന്നു വരുന്ന യുവതലമുറ, ആ യുവതലമുറയെ വഴിയുഴപ്പിക്കുന്നതിനും ധാർമ്മികമായിക്കൊണ്ട് അധാർമികതയിലേക്ക് അവരെ സഞ്ചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ രൂപത്തിലുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ഈ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല, മറ്റു അറേബ്യൻ നാടുകളിൽ വരെ തങ്ങളുടെ മസ്തിഷ്കത്തെ മറയിപ്പിക്കുന്നതിന് വേണ്ടി യുവജനതയെ പുരോഗമനപരവും മറ്റു തരത്തിലുള്ള നല്ല ചിന്തകളിൽ നിന്നും, ധാർമ്മികമായ ചിന്തകളിൽ നിന്നും അവരെ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടി സാമ്രാജ്യത്വ അധിനിവേശ ശക്തികളുടെ നേതൃത്വത്തിൽ അവരെ മറ്റു മേഖലകളിലേക്ക് തിരിച്ചുവിടുന്നതിന് വേണ്ടിയും അവരെ മസ്തിഷ്കത്തെ മറയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിവരെ അവർക്കതിൽ വിജയിക്കുന്നതിന് വേണ്ടിയും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും നമ്മുടെ രാജ്യത്തും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ വലിയ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം ശ്രമങ്ങളെ എതിർത്തു തോൽപ്പിക്കുക എന്നുള്ളത് എല്ലാ മനുഷ്യരുടെയും, ധാർമ്മിക ബോധം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ഉത്തരവാദിത്തമാണ്, കടമയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിനു മുമ്പും വലിയ വലിയ നല്ല സന്ദേശങ്ങളുമായി സമൂഹത്തിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് SSF. ഇനിയും കൂടുതൽ കരുത്തോടുകൂടി നമ്മുടെ സമൂഹത്തിനകത്തും മുസ്ലിം സമുദായത്തിനകത്തും പുതിയ പുതിയ നല്ല ചിന്തകൾക്ക്, മാനവികതയുടെ, മനുഷ്യത്വത്തിന്റെ നല്ല ചിന്തകൾ വിതറാൻ SSFനും SYSനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനത്തിൽ ഇത്തരത്തിലൊരു അവസരം തന്ന SSFന്റെ ഭാരവാഹികൾക്കും ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്നിരായ തങ്ങൾ പാപ്പ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നു. അതോടെ നമ്മുടെ ഈ പരിപാടിക്ക് അവസാനം കുറിക്കും. ആദരവുകളോടെ തങ്ങൾ പാപ്പാനെ ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും എഴുന്നേറ്റ് ആ ചെയറ് കുറച്ചും കൂടി മുമ്പ് പിന്നിലിരിക്കുന്നവർ അടുത്തേക്ക് വന്ന് അവിടെ കൂട്ടമായി നമ്മൾ ദുആ ചെയ്യുന്നു. റഹ്മാനായ അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഈ പരിശുദ്ധമായ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്ന, നമ്മുടെ ഹലാലായ ഖൈറായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു മജ്ലിസായി അല്ലാഹു ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഈ പ്രദേശത്തെ സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരൊരുക്കിയ ഈ മഹത്തായ സദസ്സ്
വളരെ മഹത്തായ ഉപദേശങ്ങളും സന്ദേശങ്ങളും ഒക്കെ നമുക്ക് പകർന്നു തന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ദിക്ർ ദുആകളോടുകൂടി ഇവിടെ സമാപിക്കുകയാണ്. ഇതിനു വേണ്ടി അധ്വാനിച്ചവർ, പ്രവർത്തിച്ചവർ, ശാരീരികമായും മാനസികമായും എല്ലാം ഇതിന് പിന്തുണ നൽകിയവർ, സാമ്പത്തികമായി സഹായിച്ചവർ, എല്ലാ മുഅ്മിനാത്തുകളും അവരുടെ എല്ലാ സേവനങ്ങളും ആഖിറത്തിൽ ഫലം ചെയ്യുന്ന അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് കൂടുതൽ ഉപദേശങ്ങളോ പ്രസംഗങ്ങളോ ഇപ്പോൾ നാം ആരും പ്രതീക്ഷിക്കുന്നില്ല. ആവശ്യമായതെല്ലാം ഇവിടെ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രമേയ പ്രഭാഷണത്തിൽ നിന്നും ആദർശ പ്രഭാഷണത്തിൽ നിന്നുമൊക്കെ ഒരുപാട് വിജ്ഞാനങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അല്ലാഹു അതൊക്കെ ജീവിതത്തിൽ പകർത്തി മുന്നേറാൻ തൗഫീഖ് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. യൂണിറ്റുകളിൽ സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾ ഇതുപോലെ സംഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും ഈ യുവതലമുറയെ, ഈ കാലഘട്ടത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ ഉത്ബുദ്ധരാക്കുന്നതിനും കാലഘട്ടത്തിന്റെ കുത്തൊഴുക്കി ഈ സമൂഹത്തിന് ധാർമ്മികമായ ഒരു അപജയം ഉണ്ടാകാൻ പാടില്ല എന്ന് ഉള്ള നിർബന്ധ ബുദ്ധി കൊണ്ട് ഈ സംഘടന ഇന്നുവരെ നിർവഹിച്ചിട്ടുള്ള മഹത്തായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ പരിപാടികൾ നടക്കുകയാണ്. ഈ മാസം മഹാന്മാരായ ഒരുപാട് നവോത്ഥാന നായകന്മാരെ ലോകത്തിന് സമ്മാനിച്ച അവരുടെ ഓർമ്മകൾ ലോകത്ത് നിലനിൽക്കുന്ന ഒരു മാസമാണ്. ഏറ്റവും പ്രധാനമായി റജബ് മാസം സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിൻ മിനൽ ളുലമി. എല്ലാവരും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു സ്വലാത്ത് ചൊല്ലാം. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം വബിത്ത തർഖാ ഇലാ അന്നിൽത മൻസിലതൻ മിൻ ഖാബി ഖൗസൈനി ലം തുദ്റക് വലം തുറമി. മൗലായ دائما أبدا على حبيبك خير الخلق كلهم. അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല ഒരു ഹറമിൽ നിന്ന് മറ്റൊരു ഹറമിലേക്ക് രാത്രിയുടെ ഒരല്പസമയം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു മഹത്തായ യാത്ര നടത്തുകയും ആ സംഭവം വളരെ ഒരു വലിയ അത്ഭുത സംഭവമായി അല്ലാഹു ആദരപൂർവം പരിശുദ്ധ ഖുർആനിൽ ലോകത്തോട് വിളംബരം നടത്തുകയും ചെയ്ത മഹത്തായ ഇസ്രാ നടന്ന മാസമാണ് പരിശുദ്ധമായ റജബ്. അതിലപ്പുറം പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന്, ഹറമിൽ നിന്ന് ആകാശ ലോകങ്ങളിലേക്ക് ആരോഹണം ചെയ്യുകയും ജിബ്രീലിന് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത അത്രയും മഹത്വമുള്ള വിശുദ്ധിയുള്ള അതിനുമാത്രം പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലേക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ ആനയിക്കുകയും ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ എന്ന അത്യുന്നത പദവിയിലേക്ക് എത്തിക്കുകയും അതോടൊപ്പം ഈ ലോകത്തിന് ഏറ്റവും വലിയ സമ്മാനം അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന കൊടുത്തയക്കുകയും അത് നാം ഏറ്റുവാങ്ങുകയും എല്ലാം ചെയ്ത മാസമാണ് വിശുദ്ധമായ റജബ്. ആ വിശുദ്ധ റജബിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. മാത്രവുമല്ല
ഈ റജബിൽ നമുക്ക് കിട്ടിയ ഈ അമൂല്യമായ സമ്മാനം, അതാണ് പരിശുദ്ധമായ നിസ്കാരം. അതിന്റെ ഒരു വാർഷികം കൂടിയാണ് ഈ മാസത്തിൽ നടക്കുന്നത്. അല്ലാഹു തആല ഹജ്ജും നോമ്പും സക്കാത്തും മറ്റു അമലുകളും അല്ലാഹു ഫർളാക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഇങ്ങോട്ട് കൊടുത്തയക്കുകയാണ് ചെയ്തത്. എന്നാൽ അല്ലാഹു തആല അവന്റെ ഹബീബിനെ ആദരപൂർവം അല്ലാഹു നിശ്ചയിച്ച സ്ഥലത്തേക്ക്, അത് ഈ സ്ഥലം എങ്ങനെയാണ്, ഏത് രൂപത്തിലാണെന്നൊന്നും നമുക്കറിയില്ല, അല്ലാഹുവാണ് ക്ഷണിച്ചത്. അങ്ങനെ ഒരു സംഭവം വിശുദ്ധമായ ഖുർആനിലും ഹദീസിലും വ്യക്തമാണ്. അല്ലാഹു ക്ഷണിച്ചു വരുത്തി സമ്മാനമായി കൊടുത്തയച്ചത്. ഈ മഹത്തായ ഒരു സമ്മാനം നാം ഏറ്റുവാങ്ങുകയും അതിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാകാതെ ഏത് തിരക്കിലും ജീവിതത്തിന്റെ ഏത് മേഖലയിലേക്ക് നാം തിരിഞ്ഞാലും 5 വക്തിലെ നിർബന്ധ നിസ്കാരത്തിന്റെ കാര്യത്തിലെ ശ്രദ്ധ നമുക്ക് പ്രതിജ്ഞ ഒന്നുകൂടി പുതുക്കുകയും ചെയ്യേണ്ട മാസമാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തി നമ്മൾ ദുആയിലേക്ക് കടക്കുന്നു. അതോടൊപ്പം ഈ മാസം ലോകത്ത് വിജ്ഞാനത്തിന്റെ പ്രഭ വിതറിയ മഹാനായ നമ്മുടെ നേതാവ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് സംഭവിച്ച മാസമാണ്. ലോകത്തെ ഇൽമുമായി, വിജ്ഞാനവുമായി ഏതൊരാൾക്ക് നേരിയ ബന്ധമെങ്കിലുമുണ്ടോ അവർക്കെല്ലാം അതിമഹത്തായ കടപ്പാടുള്ളത് ആ മഹാനായ നേതാവിനോടാണ്. അവിടുത്തെ വഫാത്ത് സംഭവിച്ച ഈ റജബിൽ അവിടുത്തേക്ക് ഫാത്തിഹ ഹദിയ ചെയ്ത് നമുക്ക് ഈ സദസ്സിന്റെ ഹദിയകളും തഹിയ്യത്തുകളും സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ വസീലയാക്കി നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മളെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. അവിടുത്തെ ദീന്, അവിടുന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ ഇസ്ലാമിക കർമ്മശാസ്ത്രം ഫിഖ് ലോകത്തിന് വല്ലാതെ സമ്മാനിക്കുകയും അത് പഠിപ്പിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്ത മഹാനാണ് ഇമാം മുഹ്യിദ്ദീൻ യഹ്യ ഇബ്നു ശറഫ് അൻ-നവവി റളിയല്ലാഹു അൻഹു. ആ നവവി ഇമാമിന്റെയും വഫാത്തിന്റെ മാസമാണ് റജബ്. അതുപോലെ ഹറമുകളിൽ ശുദ്ധ ഇസ്ലാമിന്റെ വിജ്ഞാനത്തിന് ഖിദ്മത്ത് ചെയ്ത മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു. ആ ഇബ്നു ഹജർ അൽ ഹൈതമിയുടെ വിജ്ഞാനത്തിൽ നിന്നും അവിടുത്തെ പ്രഭയിൽ നിന്നുമാണ് മഹാന്മാരായ മഖ്ദൂമുമാരെ നമുക്ക് കേരളത്തിന് ലഭിച്ചത്. ആ മഹാനായ ഷെയ്ഖ് ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളുടെ വഫാത്തായ മാസമാണ്. മാത്രവുമല്ല, ഇന്ത്യ രാജ്യത്തിലേക്ക് വിശുദ്ധമായ ഇസ്ലാമിന്റെ ഹിദായത്തിന്റെ വെളിച്ചം അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞയച്ചു കൊടുത്തയച്ചത് അതാഉർ റസൂൽ ഗരീബ് നവാസ് മഹാനായ ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി അജ്മീറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്റെ മാസമാണ്. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഈ പരിശുദ്ധമായ റജബ് മാസം അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, റജബ് ഷഹ്റുല്ലാഹ്, അത് അള്ളാഹുവിന്റെ മാസമാണ്. ഈ മാസത്തിൽ നാം എല്ലാ തിന്മകളിൽ നിന്നും മാറി നിന്ന് ഒരുപാട് ജീവിതത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കുകയും അതിനെ വളരെയധികം ക്ലിയറായ നമ്മുടെ ഖൽബ്, അതാണ് നമ്മുടെ കൃഷി ഭൂമി, ആ നല്ല ക്ലിയറായ നമ്മുടെ ഹൃദയത്തിലേക്ക് അത് കൃഷി ചെയ്യണം, വിതക്കണം, വിത്തുകൾ വിതക്കണം. അടുത്ത മാസമായ ശഅബാനിൽ അത് വളർന്ന് തെളിർത്ത് വരണം. ആ അമലുകളെ എല്ലാ കേടുപാടുകളിൽ നിന്നും ശുദ്ധീകരിച്ച് അതിനെ നാം പരിപോഷിപ്പിക്കണം, വളർത്തണം, പരിപാലിക്കണം. റമളാനിലെത്തുമ്പോൾ അത് പൂത്തുലയണം, അത് വളർന്ന് കായ്ച്ചു കരികളായി നിൽക്കണം. നമുക്ക് അത് കൊയ്തെടുക്കാൻ സാധിക്കണം. അർഹമുർ റഹീമീനായ റബ്ബ് അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തതിന്റെ പൊരുൾ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണം, അതിനു മുമ്പ് ഞങ്ങൾക്കുള്ള ശഅബാനിലും റജബിലും ബറക്കത്ത് ചെയ്യണം. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ധാരാളം അമൽ ചെയ്യാനും മനസ്സ് നന്നാക്കാനും അവസരം കിട്ടുക എന്നതാണ്. അല്ലാഹു തആല ആ നിലക്ക് എല്ലാം ഈ മാസത്തെയും തുടർന്നുള്ള പരിശുദ്ധ മാസങ്ങളെയും അല്ലാഹു നമുക്ക് ആക്കി തെരുമാറാകട്ടെ. ഈ മഹത്തായ മജ്ലിസിൽ നമ്മൾ ദുആ ചെയ്യുന്നു. ഒരുപാട് നമ്മെ സഹായിച്ചവർ, ദുആ വസിയത്ത് ചെയ്തവർ ഉണ്ട്. അതിനപ്പുറം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ഒരുപാട് മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ
നമ്മുടെ ഈ സംഘടനയുടെ പ്രവർത്തകരിൽപ്പെട്ട കഴിഞ്ഞ വർഷം വിട പറഞ്ഞ ഷാഫി ഉൾപ്പെടെ അള്ളാഹുവെ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. നീ ഉഖ്റവിയായ ദറജകൾ നൽകണേ അല്ലാ. എല്ലാവർക്കും വേണ്ടിയും നമുക്കൊരു ഫാത്തിഹ ഓതി ദുആ ചെയ്യണം. ഒരു 11 തവണ ഇസ്തിഗ്ഫാർ ചെയ്യണം. അള്ളാഹുവിനോട് നമ്മുടെ മനസ്സിന്റെ കറകൾ എല്ലാം നാം ഇസ്തിഗ്ഫാർ കൊണ്ട് നീക്കിക്കളയണം. ധാരാളം ഇസ്തിഗ്ഫാർ ചെയ്തെങ്കിൽ, തെറ്റുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് സങ്കടപ്പെട്ടെങ്കിൽ മാത്രമേ അവന്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കുകയുള്ളൂ. ആ റഹ്മത്ത് അവൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. നമുക്ക് മഴ ആവശ്യമുള്ള സമയമാണ്. എല്ലാ ജീവജാലങ്ങളും കുടിവെള്ളത്തിന് വേണ്ടി, ദാഹജലത്തിന് വേണ്ടി അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കുകയാണ്. അള്ളാഹു അല്ലാതെ ഒരു കേന്ദ്രത്തിൽ നിന്നും ഒരു തുള്ളി വെള്ളം സൃഷ്ടിച്ചെടുക്കാൻ സാധ്യമല്ല. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നിങ്ങളെ വെള്ളം വറ്റിപ്പോയാൽ ആ വെള്ളം അതുപോലെ നിങ്ങൾക്ക് തിരിച്ചുണ്ടാക്കി തരാൻ, സൃഷ്ടിക്കാൻ ആർക്ക് കഴിയും? അള്ളാഹുവിനല്ലാതെ. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ മനസ്സ് തിരിക്കണം. നമ്മുടെ ഖൽബ് അവനിലേക്ക് എല്ലാ തെറ്റുകുറ്റങ്ങളും സമ്മതിച്ചുകൊണ്ട് അവന്റെ മുമ്പിൽ നിൽക്കണം. ഈ സദസ്സ് അള്ളാഹു പൊരുത്തപ്പെടുന്ന ഒരു സദസ്സായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കുറെ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടി ദിക്റും ഇസ്തിഗ്ഫാറും ചൊല്ലിയാൽ അള്ളാഹുവിന്റെ വലിയ വലിയ മഹാന്മാരായ മലായികത്തുൽ കിറാം ഇവിടെ വരും. അവരുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സ്വഹീഹ് മുസ്ലിമിൽ കാണാം. അപ്പോൾ സ്വഹാബ് മഹാന്മാരായ മലക്കുകളുടെ സാന്നിധ്യമുള്ള സദസ്സാകുമ്പോൾ അവരിലൂടെ നമുക്ക് മഴയും മറ്റു അനുഗ്രഹങ്ങളെല്ലാം കിട്ടും. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി തരുമാറാകട്ടെ. അള്ളാഹുവെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അതുകൊണ്ടൊരു 11 ഇസ്തിഗ്ഫാർ ചൊല്ലി, നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി ഒരു 11 തഹ്ലീല് ചൊല്ലി, നാം അള്ളാഹുവിന്റെ ഹബീബ് സ്വലാത്ത് സലാമുകൾ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. أستغفر الله العظيم. 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 القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم ونتوب إليه. جددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله. 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 عليها نحيا وعليها نموت وعليها نبعث إن شاء الله تعالى من الآمنين. إلى حضرة النبي محمد صلى الله عليه وسلم وإلى حضرة جميع أهل الخير كلهم أجمعين. الفاتحة.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس صدق الله العظيم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു 11 സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് والآل والأصحاب سلم اللهم صل على سيدنا محمد والآل والأصحاب وسلم اللهم صل على سيدنا محمد والآل والأصحاب وسلم اللهم صل على سيدنا محمد والآل والأصحاب وسلم اللهم سيدنا محمد والآل والأصحاب وسلم صل على سيدنا محمد والآل والأصحاب وسلم اللهم 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 صل على سيدنا محمد والآل والأصحاب وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده حمدا كثيرا طيبا مباركا جزيلا جميلا دائما بدوام ملك الله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات
وسلم تسليما مثل ذلك يا رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وآله وصحبه عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل وسلم وبارك على سيدنا محمد وآدم ونوح وإبراهيم وموسى وعيسى وما بينهم من النبيين والمرسلين صلوات الله وسلامه عليهم أجمعين. اللهم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم برحمتك نستغيث ومن عذابك نستجير. نعم المولى ونعم النصير. غفرانك ربنا وإليك المصير. إنك على كل شيء قدير وبالإجابة جدير. يا ودود يا ودود يا ودود يا ذا العرش المجيد فعال لما يريد. إنك سميع قريب. يا رب استجب دعوتنا يا مجيب دعوة المضطرين. فلا تردنا خائبين خاسرين بمحض فضلك وجودك وكرمك يا أكرم الأكرمين يا غياث المستغيثين. أرحم الراحمين يا الله. ملك الملوك يا الله. خالق يا رازق يا غفار يا ستار يا الله. സാധുക്കളായ അടിയങ്ങളായ മിസ്കീന്മാരായ ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാഹ്. പരിശുദ്ധമായ ഈ മജ്ലിസിൽ എന്റെ ദീന് കുറഞ്ഞതും എന്റെ ദീനിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്തതും ഞങ്ങൾ ഈ സദസ്സിൽ ഇസ്തിഗ്ഫാർ സ്വലാത്തുകൾ നിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് സലാമുകൾ ചെയ്ത് ചൊല്ലിയതും ഈ മജ്ലിസിൽ ഞങ്ങൾ തഹ്ലീൽ ഇസ്തിഗ്ഫാർ ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വിദത്തൈൻ ഓതിയതും എന്നിലേക്ക് മനസ്സ് തിരിച്ച് കൈകൾ ഉയർത്തിയ മുഅ്മിനീങ്ങളിൽ നിന്ന് നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ മനസ്സറിയുന്ന ഞങ്ങളെ സങ്കടങ്ങൾ അറിയുന്ന വേദനകൾ അറിയുന്ന ഞങ്ങളെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന രാജാവായ ഉടമസ്ഥനായ റസ്സാഖായ വഹാബായ അല്ലാഹ് സാധുക്കളായ അടിയങ്ങളായ മിസ്കീന്മാരായ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ തള്ളിക്കളയരുതേ അല്ലാഹ്. ഞങ്ങളെ കൈയൊഴിക്കരുതേ അല്ലാഹ്. ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ, ഇതിനാമീൻ പറയുന്ന മുഅ്മിനാത്തുകൾ, ഈ സദസ്സിലുള്ളവരും ഇല്ലാത്തവരുമായ നാട്ടിലും വിദേശത്തുമുള്ള ഞങ്ങൾ ദുആ ചെയ്യാൻ കടപ്പെട്ട, ദുആ ചെയ്യാൻ പ്രത്യേകം വസിയത്ത് ചെയ്ത എല്ലാ മുഅ്മിനാത്തുകൾക്കും ഈ സദസ്സിന്റെ ഇജാബത്ത് നീ നൽകണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ പൊരുത്തപ്പെട്ട അടിമകളിൽ എന്റെ സ്വാലിഹീങ്ങളായ ഇബാദിൽ നീ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബിന്റെ മാലിന്യങ്ങൾ നീ നീക്കണേ അല്ലാഹ്. കിബ്ർ, ഹസദ്, റിയാ, ഉജ്ബ്, നീ വെറുക്കുന്ന എന്തൊക്കെ സ്വഭാവങ്ങൾ, ദുഷിച്ച വികാരങ്ങൾ ഞങ്ങളെ ഖൽബിലുണ്ടോ അതൊക്കെയും ഈ നല്ല മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾ ഈ സദസ്സിൽ സമർപ്പിച്ച ദിക്റുകളുടെ കാരണം കൊണ്ട് നീ നീക്കിത്തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് നാഫിയായ ഇൽമിനെ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ഫലം കിട്ടുന്ന, ഉപകരിക്കുന്ന ആ നാഫിയായ ഇൽമ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ശിഷ്യഗണങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഈ സദസ്സിൽ വന്ന് ഇൽമു നുകരാനും ഈ സദസ്സിൽ വന്ന് ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും നീ നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരായി ജീവിച്ച് മരിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ തഖ്വയിലേക്ക്, ഹിദായത്തിലേക്ക്, നന്മയിലേക്ക്, സാലിഹായ സൽക്കർമ്മങ്ങളിലേക്ക് നീ അടുപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ മഅസിയത്തിൽ നിന്ന്, എല്ലാ വേണ്ടാത്ത വികാരങ്ങളിൽ നിന്നും ഞങ്ങളെ നീ അകറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങളെ ഇബാദത്തുകളിൽ ഇഖ്ലാസ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ നിസ്കാരങ്ങൾ, മറ്റു ഇബാദത്തുകളിൽ ഖുശൂഅ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ഖ്, മഹബ്ബത്ത് ഞങ്ങളെ ഖൽബിൽ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അവിടുത്തേക്ക് സ്വലാത്ത് സലാം ചൊല്ലുന്ന നാവുകളാക്കണേ അല്ലാഹ്. അവിടുത്തെ മനാമിലും യഖ്ലത്തിലും കാണുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെല്ലാവരെയും നീ ചേർത്തി തരണേ റഹ്മാനെ. അർഹമർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ ഇക്കാലം അത്രയും ചെയ്ത സർവ്വ തെറ്റുകളും കുറ്റങ്ങളും ഹറാമുകളും ദോഷങ്ങളും മുഴുവൻ തോന്നിവാസങ്ങൾ, അപാകതകളും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നത് ഞങ്ങൾ സമ്മതിക്കുന്നു അല്ലാഹ്. ഈ സദസ്സിൽ ഞങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലി സമ്മതിക്കുന്നു അല്ലാഹ്. ഞങ്ങൾ ഏറ്റുപറയുന്നു അല്ലാഹ്. ഞങ്ങൾ ലജ്ജിക്കുന്നു അല്ലാഹ്.
എന്നിലേക്ക് ഞങ്ങൾ എല്ലാം തുറന്ന് സമ്മതിച്ചുകൊണ്ട് മാപ്പപേക്ഷിക്കുന്നു. അല്ലാ, സാധുക്കളായ ഞങ്ങൾക്ക് നീ പൊറത്തു തരണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാ ദോഷങ്ങളും ഇക്കാലം അത്രയും ഞങ്ങൾ ചെയ്ത ദോഷങ്ങൾ മുഴുവനും പാവപ്പെട്ട ഞങ്ങൾക്ക് നീ പൊറത്തു തരണേ അല്ലാ. ഞങ്ങളെ ദൗർബല്യം കൊണ്ട്, ഞങ്ങളൊക്കെ ചിന്തക്കുറവ് കൊണ്ട്, ഞങ്ങളെല്ലാവരുടെയും ശൈത്താനിന്റെ സ്വാധീനം കൊണ്ട് റബ്ബേ വന്നുപോയ പറ്റിപ്പോയ അബദ്ധങ്ങൾ, തെറ്റുകൾ, ദോഷങ്ങൾ യുവത്വകാലത്തും ചെറുപ്പകാലത്തും വന്നുപോയ എല്ലാ വേണ്ടാത്ത വിചാരങ്ങളും തെറ്റുകുറ്റങ്ങളും ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കേട്ടതും ഞങ്ങൾ പറഞ്ഞതും പ്രവർത്തിച്ചതും ചിന്തിച്ചതും പ്ലാൻ ചെയ്തതും ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും അല്ലാഹുവേ ഞങ്ങൾ ചെയ്ത തെറ്റുകൾ നിന്റെ മുമ്പിൽ മാപ്പ് ചോദിക്കുന്നു. പൊറത്തു തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ മഹാന്മാരെ ബർക്കത്തുകൊണ്ട്, ഞങ്ങൾ ഈ സദസ്സിന്റെ ഹുർമത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങൾ നിന്നിലേക്ക് കൈമലർത്തുന്നു. നീ പൊറത്തു തരണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് പൊറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങൾ ഉസ്താദുമാർക്ക് പൊറത്തു കൊടുക്കണേ അല്ലാ. മുഹബ്ബീങ്ങൾ, കുടുംബങ്ങൾ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഞങ്ങളോട് ദുആ വസിയത്ത് ചെയ്ത നാട്ടിലും മറുനാട്ടിലുമുള്ളവർ, ഞങ്ങളിൽ നിന്ന് മരിച്ച് പിരിഞ്ഞു പോയ എല്ലാവർക്കും നീ പൊറത്തു കൊടുക്കണേ റഹ്മാനെ. ഈ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ കാഠിന്യം കൊണ്ട് ഞങ്ങളെ ശിക്ഷിക്കരുതേ അല്ലാ. ഞങ്ങളെ അദാബിലാക്കരുതേ അല്ലാ. ഞങ്ങളെ കൈയൊഴിക്കരുതേ അല്ലാ. റബ്ബേ, മാരക രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കരുതേ അല്ലാ. ഞങ്ങൾക്ക് തന്ന എല്ലാ രോഗങ്ങളും അല്ലാഹുവേ വേദനിപ്പിക്കുന്ന രോഗങ്ങൾ, ഞങ്ങളെ നിസ്കാരങ്ങൾ, ഇബാദത്തുകൾ മുടക്കിക്കളയുന്ന രോഗങ്ങൾ, ഞങ്ങളെ നിത്യജീവിതത്തിന് ജോലി ചെയ്യുന്നതിനോ പഠിക്കുന്നതിനോ പഠിപ്പിക്കുന്നതിനൊക്കെ പ്രയാസമുള്ള എല്ലാ രോഗങ്ങളും ഞങ്ങൾക്ക് നീ ശിഫയാക്കി തരണേ റഹ്മാന്. ഭീകരമായ, ഭീതിതമായ, മാരകമായ എയ്ഡ്സ്, ക്യാൻസർ, അറ്റാക്ക്, ട്യൂമർ പോലുള്ള രോഗങ്ങൾ തന്ന് പരീക്ഷിക്കരുതേ അല്ലാ. ഹാർട്ടിന് ബ്ലോക്ക് വന്നവരുണ്ട്, വാൾവിനും കിഡ്നിക്കും തകരാറ് സംഭവിച്ചവരുണ്ട് റബ്ബേ. കാഴ്ച മങ്ങിയവർ, കേൾവിക്ക് തകരാറുള്ളവർ, അതുപോലെ ഷുഗർ, പ്രഷർ കൊണ്ട്, കാഠിന്യം കൊണ്ട് വിഷമിക്കുന്ന, അതുപോലുള്ള ധാരാളം തരത്തില് രോഗം കൊണ്ട് വിഷമിക്കുന്നവർ അല്ലാഹുവേ ഈ മജ്ലിസിൽ ഞങ്ങളോട് ദുആ വസിയത്ത് ചെയ്തവരിലും മറ്റുമൊക്കെയുണ്ട്. എല്ലാവർക്കും ഈ സദസ്സിന്റെ ഹുർമത്ത് കൊണ്ട് നീ രോഗങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണേ റഹ്മാനെ. മാനസിക അപസ്മാരം, ഭ്രാന്ത് രോഗങ്ങൾ നൽകരുതേ അല്ലാ. അല്ലാഹുവേ, വെള്ളപ്പാണ്ട്, കുഷ്ഠരോഗം, ജനങ്ങൾ വെറുക്കുന്ന എല്ലാ മുറിവുകൾ, വ്രണങ്ങളിൽ നിന്നും, എല്ലാ അയ്ബാകുന്ന രോഗങ്ങളിൽ നിന്നും നീ സലാമത്ത് നൽകണേ അല്ലാ. റബ്ബേ, ശ്വാസം മുട്ടൽ കൊണ്ടും അതുപോലെ മറ്റ് വിട്ടുമാറാത്ത വേദനകൾ, പ്രയാസം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, നീ സലാമത്ത് നൽകണേ അല്ലാ. പ്രായത്തിന്റെ അവശതയിൽ കഴിയുന്ന രോഗികളുണ്ട്, നീ സലാമത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളൊരു പ്രവർത്തകന്റെ അമ്മായി വളരെ അത്യാസന്ന നിലയിൽ കഴിയുന്നു. അല്ലാഹുവേ, അവർക്കും നീ സലാമത്ത് നൽകണേ റഹ്മാനെ. അതുപോലെ ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയ ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ, കൈകാല് വേദനകൾ, അതുപോലെ ഊരവേദനകൾ, നിസ്കരിക്കാൻ, ഇബാദത്ത് ചെയ്യാനൊക്കെ പ്രയാസമുള്ള തരത്തിലുള്ള രോഗങ്ങൾ, അതെല്ലാം മജ്ലിസിന്റെ ഹുർമത്ത് കൊണ്ട് നീ ശിഫയാക്കി തരണേ അല്ലാ. ഒരുപാട് സഹോദരിമാർ ഗർഭപാത്രം നീക്കം ചെയ്യേണ്ട അവസ്ഥയിലുള്ള രോഗികളുണ്ട്, ഗർഭാശയത്തിൽ മുഴയുള്ളവരുണ്ട്, സ്തനാർബുദമുള്ളവർ, ലൈംഗിക രോഗങ്ങൾ, അതുപോലെ മറ്റുള്ള എല്ലാ തരത്തിലുള്ള രോഗങ്ങൾ, വിഷമങ്ങൾ, സ്വകാര്യ ദുഃഖങ്ങൾ, സങ്കടങ്ങൾ എല്ലാ ഉമ്മമാര് സഹോദരിമാർക്കും അല്ലാഹുവേ നീ ശിഫയാക്കി സലാമത്താക്കി കൊടുക്കണേ റഹ്മാനെ. ഈ മജ്ലിസിൽ വെച്ച് ഞങ്ങളോട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ച് സംഭാവനകൾ നൽകിയും ഈ മഹത്തായ സദസ്സിനോട് സഹകരിച്ചവുമായ ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ, എല്ലാവർക്കും അവർ ഉദ്ദേശിച്ച ഖൈറായ കാര്യങ്ങൾ ഈ സദസ്സ് കൊണ്ട് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാന്. അല്ലാഹുവേ, ഞങ്ങളെ കടങ്ങൾ നീ വീട്ടിത്തരണേ അല്ലാ. കടം വീട്ടാതെ മരിപ്പിക്കരുതേ അല്ലാ. കടം കൊണ്ട് ഐബാക്കരുതേ അല്ലാ. വിവാഹപ്രായമെത്തിയ സഹോദരന്മാർ, സഹോദരിമാർ, പെൺമക്കൾ, ആൺമക്കൾ, അവർക്ക് ഖൈറുള്ള ഇണകളെ അടുപ്പിച്ചു തന്ന് എല്ലാ അർത്ഥത്തിലും ഖൈറുള്ളത് നീ നൽകി പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എത്രയോ കാലങ്ങളായി മക്കളില്ലാതെ വിഷമം പറഞ്ഞവരുണ്ട്. ഖൈറായ മക്കളെ സദസ്സിന്റെ ഹുർമത്ത് കൊണ്ട് നൽകി സന്തോഷം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് തന്ന മക്കളെ നല്ല മക്കളാക്കണേ അല്ലാ. ദീനിന് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. ഞങ്ങളെ ആഖിറത്തിൽ കൈപിടിക്കുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ അല്ലാ. ഞങ്ങൾ പറയാതെ തന്നെ നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന, നിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യുന്ന നല്ല മക്കളാക്കി തരണേ അല്ലാ. റബ്ബേ, അവരെ പഠന പുരോഗതി നൽകണേ അല്ലാ.
പഠിച്ച ഇൽമു കൊണ്ട് ഉപകാരം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അവരെ കോഴ്സുകൾ, അവരുടെ പരീക്ഷകൾ എല്ലാം പുരോഗതിയിലും ഇസ്സത്തിലുമാക്കി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ ജോലിയില്ലാത്ത ചെറുപ്പക്കാരുണ്ട്, ഖൈറായ മേഖലകൾ കാണിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഗർഭിണികളുണ്ട്, സുഖപ്രസവം ഖൈറുള്ള സമയത്ത് സലാമത്തോടെ നൽകണേ റബ്ബേ. അല്ലാഹുവേ വീടില്ലാതെ സങ്കടം പറഞ്ഞവരുണ്ട്, ഖൈറായ വീടിന്റെ വഴികൾ നീ എളുപ്പമാക്കണേ അല്ലാ. ഒരു സ്ഥലം പോലും ഇല്ലാതെ വാടകയ്ക്ക് കഴിയുന്നവർ, അവർക്ക് ഖൈറായ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. പണി തുടങ്ങിയവർക്ക് അത് പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ നാട്ടിലും മറുനാട്ടിലുമുള്ള ഞങ്ങളെ പ്രവർത്തകന്മാരുണ്ട്, ഒരുപാട് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ സൗദിയിലും UAE-യിലും മറ്റു പല ഗൾഫ് രാജ്യങ്ങളിലുമായി മറ്റു സംസ്ഥാനങ്ങളിലുമായി ജോലി ചെയ്യുന്നു. അവരെ ജോലികൾ ബറക്കത്തുള്ളതാക്കണേ അല്ലാ. ഇല്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാ. രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് അത് തിരിച്ചു കൊടുക്കണേ അല്ലാ. റബ്ബേ അവർക്കും അതുപോലെ അവരെ കൂട്ടത്തിൽ ജയിലിൽ കഴിയുന്നവർ, മറ്റു കുടുക്കിൽപ്പെട്ടവർ, നാട്ടിൽ വരാൻ കഴിയാതെ കുടുങ്ങിയവർ, എല്ലാവർക്കും നീ ഖൈറായ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ. ഈ മഹത്തായ സദസ്സിനെ സ്നേഹിച്ച് ഗൾഫിൽ കഴിയുന്ന ഒരുപാട് പ്രവർത്തകന്മാരുണ്ട്, അവർക്കും ഇതിന്റെ ഒക്കെ സവാബും ഫലവും നീ പൂർത്തിയാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഈ മജ്ലിസിൽ വന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഇതുകൊണ്ട് വലിയ ഖൈറ് തരണേ അല്ലാ. ഞങ്ങൾക്കെല്ലാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ ഉറപ്പു തരണേ അല്ലാ. വഹാബി, മൗദൂദി, ഖാദിയാനി, കള്ളത്വരീഖത്ത്, തബ്ലീഗ്, പിഴച്ച പ്രസ്ഥാനങ്ങൾ, അങ്ങനത്തെ ഒരു കുടുക്കിലും അങ്ങനത്തെ ഒരു പിഴച്ച കക്ഷികളിലും ഞങ്ങളെയോ ഞങ്ങളെ മക്കളെ സന്താന പരമ്പര, ശിഷ്യ പരമ്പര ഖിയാമത്ത് നാള് വരെ നീ പെടുത്തരുതേ അല്ലാ. ഞങ്ങളെ ഈ മഹല്ലത്തിന്, ഞങ്ങളെ ഈ നാടിനെ നീ സംരക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാ സാഹചര്യങ്ങളെ സിഹറിൽ നിന്നും ഞങ്ങളെ കാക്കണേ അല്ലാ. നിങ്ങളെ അയിനെ തൊട്ട് കാക്കണേ അല്ലാ. എല്ലാ ഷർറിന്റെ അഹ്ലുകാര് കുതന്ത്രങ്ങൾക്കാരുടെ കുതന്ത്രങ്ങളിൽ നിന്നും, എല്ലാ കെണി വലകളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും, മക്കളെയും കുടുംബങ്ങളെയും വീട് പറമ്പുകളെയും, ഞങ്ങളെ കച്ചവടങ്ങൾ, ബിസിനസ്സുകൾ, ഏർപ്പാടുകൾ, കൃഷികൾ, വാഹനങ്ങൾ, വളർത്തു ജീവികൾ, ഞങ്ങൾക്ക് നീ തന്ന സർവ്വതും അല്ലാഹുവേ നീ സംരക്ഷിക്കണം റഹ്മാന്. അല്ലാഹുവേ ഞങ്ങളെ സംരക്ഷിക്കണേ അല്ലാ. ഇഴജന്തുക്കൾ, വിഷജന്തുക്കളിൽ നിന്നും, കൈവിഷങ്ങളിൽ നിന്നും, കള്ളന്മാരെ ഷർറിലും തീപിടുത്തങ്ങളിൽ നിന്നും, എല്ലാ വർഗീയ കലാപങ്ങളിൽ നിന്നും, സംഘടനകളിൽ, മതങ്ങൾ, അക്രമങ്ങൾ, ഫിത്ന, ഫസാദുകൾ, പകർച്ചവ്യാധികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളെ സമുദായത്തെ, ഈ നാടിനെയും പ്രത്യേകിച്ച് നീ രക്ഷപ്പെടുത്തി തരണേ അല്ലാ. മറ്റു മതസ്ഥരായ ഇതര മതര സഹോദരങ്ങൾ ഞങ്ങളെ കൂട്ടത്തിൽ പലരുമുണ്ട്. അവർ ഞങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നു. ആ ഒരു സൗഹാർദ്ദം ഞങ്ങളെ നാട്ടിലെന്നും നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ പരസ്പരം കടിച്ചു കീറുന്നവരാക്കല്ല അല്ലാ. ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം നൽകണേ അല്ലാ. അല്ലാഹുവേ അനുസരണയുള്ള ഭാര്യമാരാക്കണേ അല്ലാ. അതുപോലെ നല്ല ദുസ്വഭാവം, ഒരുപാട് ദുഷിച്ച സ്വഭാവമുള്ള ഭർത്താക്കന്മാരാണെങ്കിൽ അവരെ സ്വഭാവം നന്നാക്കി കൊടുക്കണേ അല്ലാ. ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് ഒഴിവാക്കണേ അല്ലാ. മദ്യപാനം സ്വഭാവങ്ങളിൽ നിന്ന് മാറ്റിക്കൊടുക്കണേ അല്ലാ. നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന ഭർത്താക്കന്മാരായി, മക്കളായി നീ വളർത്തിത്തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ ദുസ്വഭാവങ്ങൾ, വികൃതികൾ, വാശികൾ, എല്ലാ അദബുകേടുകളും ഒഴിവാക്കി അവരെ നല്ലവരാക്കി വളർത്തി ഉയർത്തി തരണേ റഹ്മാനെ. അല്ലാഹുവേ ഈ മജ്ലിസിൽ വന്ന ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ നിനക്കറിയാം. അതെല്ലാം ഈ സദസ്സിന്റെ ഹുർമത്ത് കൊണ്ട് നീ സാധിപ്പിച്ച് അതെല്ലാം ഖൈറിലും റാഹത്തിലുമാക്കി തരണേ റഹ്മാനെ. ഞങ്ങൾ ജീവിക്കൽ ഖൈറുള്ള കാലത്തോളം ഇസ്സത്തിലും റാഹത്തിലും സലാമത്തിലും ഐക്യത്തിലുമായി നീ ജീവിപ്പിക്കണേ അല്ലാ. മരിക്കൽ ഖൈറുള്ള സമയത്ത് കാമിലായ ഈമാനോടെ, ഇസ്സത്തോടെ, നിന്റെ ദീനിന്റെ ഖിദ്മത്തിന്റെ മനസ്ഥിതിയോടെ, നിന്റെ പൊരുത്തത്തിലായി നീ മരിപ്പിക്കണം റഹ്മാനെ. ഈ മഹത്തായ സംഘടന, ഈ SSF 44 കൊല്ലം കൊണ്ട് അല്ലാഹുവേ ഈ സമുദായത്തിൽ നൽകിയ സേവനങ്ങൾ വലുതാണ്, നിനക്കറിയാം. അതെല്ലാം അത് ഇന്ന് വരെ പ്രവർത്തിച്ച, സഹായിച്ച, സഹകരിച്ച ഞങ്ങൾ അറിയുന്നവരും അറിയാത്തവരുമായ ലക്ഷക്കണക്കായ പ്രവർത്തകരുണ്ട്. ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമുണ്ട്. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരുപാട് ഉലമാ, സാദാത്യങ്ങൾ, പ്രവർത്തകന്മാർ, അധ്യാപകന്മാർ, അല്ലാഹുവേ അതുപോലെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ഞങ്ങളെ പ്രവർത്തകന്മാരുണ്ട്. അവർക്കെല്ലാവർക്കും ഇത് കബൂലാക്കി കൊടുക്കണേ അല്ലാ. ഈ മഹത്തായ സംഘടനയുടെ സ്ഥാപക ദിനത്തിൽ, ഈ മഹത്തായ സദസ്സിൽ വെച്ച് ഞങ്ങൾ തേടുന്നു, ഇനിയും ഒരുപാട് കാലം ഖിയാമത്ത് നാള് വരെ ഈ സംഘടനയെ സുന്നത്തിയമാഅത്തിന്റെ യഥാർത്ഥ അഖീദയിൽ അടിയുറച്ചു നിന്ന്
ദീനിനും നാടിനും ഒരുപാട് ഫലം കിട്ടുന്ന പ്രവർത്തനങ്ങളിലായി നീ ഇസ്സത്തിൽ വളർത്തിത്തരണേ അല്ലാ. അതിന്റെ മുഴുവൻ ശത്രുക്കളെയും നീ തകർത്ത് തരിപ്പണമാക്കണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളെ നേതാക്കന്മാർ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ, പേരോട് ഉസ്താദ്, അതുപോലെ പൊന്മള ഉസ്താദ്, ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ, വൈലത്തൂർ തങ്ങൾ തുടങ്ങി ഞങ്ങൾ അറിയുന്നവരും അറിയാത്തവരുമായ ഞങ്ങളെ നേതാക്കൾ, പ്രവർത്തകന്മാർ, SSFന്റെ ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ, അതുപോലുള്ള എല്ലാ പ്രവർത്തകന്മാർക്കും നീ ആയുരാരോഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് പ്രവർത്തനത്തിനും നേതൃത്വത്തിനും ഇടയിൽ പെട്ടെന്ന് വിട പറഞ്ഞുപോയ ഞങ്ങളെ ഖാലിദ് സാഹിബ്, വെള്ളില ഉസ്താദ് പോലുള്ള മൺമറഞ്ഞുപോയ നേതൃത്വത്തിന് മുഴുവനും നീ ദറജകൾ വർദ്ധിപ്പിച്ചു ഉഖ്റവിയായ സൗഖ്യവും നിന്റെ സ്വർഗവും നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങൾ ഈ മജ്ലിസിൽ ഓതിയ ചൊല്ലിയ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി, ഞങ്ങൾ ഈ സദസ്സിൽ സമർപ്പിച്ച തഹ്ലീൽ, ഇസ്തിഗ്ഫാർ, അതിന്റെ മുഴുവനും മിത്ലു തവാബ് നിന്റെ ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മഹനീയ ഹളറത്തിൽ നീ എത്തിക്കണേ അല്ലാ. മുഴുവൻ അമ്പിയാക്കൾ, മുർസലീങ്ങൾ, മുഴുവൻ ബദരീങ്ങൾ, ഉഹദീങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വഹാബത്ത്, മുഴുവൻ ഖുലഫാ, അസ്വാജ്, ദുരിയാത്ത്, മുഴുവൻ അഹ്ലു ബൈത്തിന്റെയും ഇത്രത്തിന്റെയും ഹളറത്തിലേക്ക്, പ്രത്യേകിച്ച് അഇമ്മത്തുൽ അർബഅത്ത്, അതുപോലെ അഖ്താബ് അടക്കം മുഴുവൻ ഔലിയാക്കൾ മശായിഖുമാരുടെയും ഗൗസുൽ ആലം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, والشيخ أحمد الكبير الدفاعي، شيخ أبو الحسن علي الشاذلي، شيخنا خواجة معين الدين جست الأجميري، شيخنا منبر قطب الزمان السيد علوي المولى الدبيلة، അതുപോലെ ജദ്ദിയ സയ്യിദ് ഹുസൈൻ ഇബ്നു ഐദ്റൂസ് അൽ-ജിഫ്രി അൽ-ഹളറമി ഖദ്ദസല്ലാഹു അസ്റാറഹും വനഫഅനാ ബിഹിം. അല്ലാഹുവേ ഈ മുഴുവൻ മഹാന്മാരുടെ ഹളറത്തിലും അതുപോലെ അവരുടെ ഉസൂലി ഫുറൂഉ ഉൾപ്പെടെ മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ-ബുഖാരി, ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എം.എ. ഉസ്താദ്, അതുപോലെ മഹാനായ കുണ്ടൂർ ഉസ്താദ്, ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ്, ഓക്കെ ഉസ്താദ്, CM വലിയുല്ലാഹി, ചാപ്പനങ്ങാടി വപ്പ് മുസ്ലിയാർ, കരിങ്ങപ്പാറ ഉസ്താദ് തുടങ്ങി അല്ലാഹുവേ ഈ പരിസര നാടുകളിലൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ആലിമീങ്ങൾ, നേതാക്കന്മാർ, അതുപോലെ എല്ലാ ഉലമായിനും സാധാരണക്കാരായ ഞങ്ങളെ പ്രവർത്തകന്മാർക്കും ഇതിന്റെ ഒക്കെ സവാബിന്റെ മിസ്ലി നീ എത്തിച്ചു കൊടുത്ത് അവരെ ദറജ ഉയർത്തി ആഖിറത്തിൽ ഉന്നത പദവികൾ നൽകണേ റഹ്മാനേ. ഞങ്ങളെ ദുആ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ചൊല്ലുക. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ربنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. മാതാപിതാക്കളും മരിച്ചവരാണ് പലരും. അല്ലാഹുവേ ഞങ്ങൾ ഉസ്താദുമാര് വിട പറഞ്ഞുപോയി. ഞങ്ങളെ ഒരുപാട് കൂട്ടുകുടുംബാദികൾ, എളാപ്പ എളാമ്മമാര്, മൂത്താപ്പ മൂത്തമ്മമാർ, ഞങ്ങളെ അമ്മോഷന്മാർ, അമ്മായിമ്മമാര്, ഞങ്ങളെ അമ്മായികൾ, അമ്മാവന്മാർ, അതുപോലെ ഇളച്ചന്മാര്, മൂത്തച്ഛന്മാര്, അളിയന്മാര്, പെങ്ങന്മാര്, ഞങ്ങളുടെ ജീവിതത്തിന്റെ നാനാതുറകളിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, ഭർത്താക്കന്മാര്, ഭാര്യമാര് വിട പറഞ്ഞവരുണ്ട്.
അതുപോലെ ഞങ്ങളെ കൂടെ പഠിച്ചവർ, പഠിപ്പിച്ചവർ, ഞങ്ങളെ ദീനിനെ ഖിദ്മത്ത് ചെയ്തവർ, പ്രത്യേകിച്ച് ഈ മഹത്തായ സദസ്സ് ഇവിടെ സംഘടിപ്പിക്കാൻ ഓടി നടന്ന പ്രവർത്തകന്മാർ, സ്ഥലം അനുവദിച്ചവർ, ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ, സംഭാവനകളും മറ്റും നൽകി ഇതിനെ വിജയിപ്പിച്ചവർ, അള്ളാഹുവേ ഈ മഹത്തായ പരിപാടിയിൽ ഇതുവരെ പങ്കെടുത്ത് സഹകരിച്ചവർ, ഇതിനാമീൻ പറയുന്ന മറ്റു പരിസരത്തുള്ള ഉമ്മമാർ, സഹോദരിമാർ, എല്ലാവർക്കും ഞങ്ങൾക്കും ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്കും നിന്റെ സ്വർഗം നൽകണേ അല്ലാ. ഞങ്ങൾക്കെല്ലാം മരിക്കുമ്പോ ഈമാൻ ഉറപ്പിച്ചു തരണേ അല്ലാ. ഖബറിന്റെ അദാബിൽ നിന്ന് കാക്കണേ അല്ലാ. ഹശ്റിന്റെ അദാബിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ ഹിസാബ് എളുപ്പമാക്കണേ അല്ലാ. ഞങ്ങളെ കിതാബ് വലങ്കയിൽ തരണേ അല്ലാ. അർശിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ ചേർത്തണേ അല്ലാ. റബ്ബേ ഞങ്ങൾക്കെല്ലാം നിന്റെ ജഹന്നമാകുന്ന നരകത്തിൽ നിന്ന് റബ്ബേ കാവൽ തരണേ അല്ലാ. നിന്റെ സ്വർഗം ഞങ്ങൾക്ക് ഔദാര്യമായി തരണേ അല്ലാ. നിന്റെ ലിഖാ കാണുന്ന സന്തോഷിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ എല്ലാം പെടുത്തി തരണേ റഹ്മാനേ. റബ്ബനാ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മഴയും മറ്റു റഹ്മത്തും തടഞ്ഞു വെക്കരുതേ അല്ലാ. ഞങ്ങളുടെ തെറ്റുകൾ കൊണ്ടാണ്, ഞങ്ങളുടെ കുറവുകൾ കൊണ്ടും പാകപ്പിഴവുകൾ കൊണ്ടുമാണ്, ഞങ്ങളിവിടെ ചെയ്തു വെച്ച തോന്നിവാസങ്ങൾ കൊണ്ടാണ് നീ ഞങ്ങൾക്ക് റഹ്മത്ത് തടയുന്നതെന്നറിയാം. റബ്ബേ ഞങ്ങൾ നിരുപാധികം നിന്റെ മുമ്പിൽ ഏറ്റുപറയുന്നു, എല്ലാ തെറ്റുകളും സമ്മതിക്കുന്നു. നിന്റെ റഹ്മത്താകുന്ന മഴയും മറ്റു റഹ്മത്തുകളും തന്ന് ഞങ്ങളെ പ്രയാസങ്ങൾ, ഫഖർ, ഫാഖത്തുകൾ, എല്ലാ സാമ്പത്തിക മാന്ദ്യങ്ങളും ജലക്ഷാമങ്ങളും നീ പരിഹരിച്ചു തരണേ അല്ലാ. റജബിലും ശഅബാനിലും ബർക്കത്ത് ചെയ്ത് നല്ല മനസ്സോടെ ഒരുപാട് അമലുകളോടെ നിന്റെ റമളാൻ ഉപയോഗപ്പെടുത്താനും ഞങ്ങൾക്ക് ഭാഗ്യം തരണേ റബ്ബേ. ربنا اغفر لنا ولسائر المؤمنين وارحمنا وإياهم برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. وصلى الله تعالى وسلم خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على صلى الله عليه وسلم. نبي محمد നബി മാരിലുള്ള കാനിയേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ ശഫാഅത്തല്ലാതെ ഞങ്ങളിലില്ല തണിയേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ربي واجعل مجتمعنا غاية الحسن الختام. صلى الله على محمد صلى الله عليه وسلم. ربنا ارحمنا جميعا لجميع الصالحات. صلى الله على محمد صلى الله عليه وسلم وعلى جميع الأنبياء والمرسلين والحمد لله رب العالمين. റജബും ഷഅബാനും ഒക്കെയാണ്, വിശുദ്ധ റമളാനാണ് മുമ്പിലുള്ളത്. എല്ലാവരുടെയും ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്യുന്നു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നലെ അർപ്പിച്ച വിഷയം ഈ പരിപാടിക്ക് നന്ദി പറയുക എന്നതാണ്. ഈ പരിപാടിക്ക് പ്രാർത്ഥന നൽകി സെയ്ദ് സലാഹുദ്ദീൻ വാരി വാരണാക്കര. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് റഹീം കരുവാത്തുകുന്ന്, അധ്യക്ഷത വഹിച്ച് എന്തിൻകുട്ടിക്ക്, പ്രമേയ പ്രഭാഷണം നടത്തി എഞ്ചിനീയർ ആശിഫ് പുന്നപ്ര, ആദർശ പ്രഭാഷണം നടത്തി ഷറഫുദ്ദീൻ കമൽ സഖാഫി ഓമച്ചപോയ, ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഗഫൂർ വി ലില്ലീസ്, ദ്വാനേതൃത്വം സയ്യിദ് ഫദൽ ജിഫ്രി തങ്ങൾ കൊണ്ടൂർ, മറ്റു എന്റെ രക്ഷിതാക്കളുടെ പ്രവർത്തകർ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി 3 സ്വലാത്തോടു കൂടി പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി.